ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് ഷിജു എന്നാണ്. നമ്മൾ GK സിൻഫോടെക്, കോംടെക് എന്നീ 2 സ്ഥാപനങ്ങളാണുള്ളത്. നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ് MGC, മാക്ടൺ ഗ്ലോബൽ കൺസൾട്ടൻസി എന്നാണ്. എറണാകുളം ബേസ്ഡ് ആണ് നമ്മുടെ സ്ഥാപനം. ഞങ്ങൾ 23 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, IT ഇൻഡസ്ട്രിയിലുണ്ട്. ആലപ്പുഴയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ബാക്കി എല്ലാവരും ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പം കേൾക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പോകാം. ആ, ഇത് നമ്മൾ ഇത് എന്തിനാ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്തതെന്ന് ആദ്യം ജസ്റ്റ് ഒരു ഐഡിയ തരാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. ഞാനൊരു IT ഇൻഡസ്ട്രിയിൽ സർവീസ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. BSNL പോലുള്ള കമ്പനികളുടെ ഒക്കെ സർവീസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്ന് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് സർവീസ് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു ടൂൾ ഇല്ലാതെ പറ്റില്ല. അത് നമുക്ക് നമ്മുടെ മേജർ സമയവും പോകുന്നത് ഈ സർവീസ് മാനേജ് ചെയ്യാനായിരിക്കും. ആൾക്കാർ നമ്മളെ ഡയറക്റ്റ്ലി വിളിക്കും. പരിചയത്തിന്റെ പുറത്ത് ആൾക്കാരൊക്കെ നമ്മളെ ആയിരിക്കും പേഴ്സണലി ഡയറക്റ്റ്ലി വിളിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എഴുതി വെച്ച് തിരിച്ചു വിളിച്ച് അല്ലെങ്കിൽ അത് അലോക്കേറ്റ് ചെയ്ത് പിന്നീട് അവർ വിളിക്കുമ്പോൾ അത് ചിലത് വിട്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ പറയും. ചിലപ്പം കസ്റ്റമർ നമ്മളെ വിളിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവർ ചിലപ്പം ഡയൽ ചെയ്തപ്പോൾ അത് നമ്മളെ കിട്ടിയിട്ടുണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് മറന്നു പോയിട്ടുണ്ടാവും. അവരുടെ മനസ്സിൽ നമ്മളെ വിളിച്ചെന്നായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പല പല പരാതികൾ വരുന്നു. അപ്പം ഇത് ഒക്കെ വേണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ വേണമെന്ന് നമുക്ക് മനസ്സിലായിട്ട് അങ്ങനെ 2020 നവംബറിലാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ സ്വന്തമായിട്ട് ചെയ്യാന്ന് വെച്ചാൽ. അതിനു മുമ്പ് ഒരു 10 വർഷം മുമ്പ് നമ്മൾ ട്രൈ ചെയ്തിട്ട് പിന്നെ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് 2020 ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഏകദേശം ഒരു 1.5 വർഷത്തോളം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യും. ഇത് നമ്മൾ സ്റ്റാക്കിൽ അത് ചെയ്യണം, അതിനെ മാക്സിമം എത്ര എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അങ്ങനെയുള്ള സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഒരു ടീമിനെ ഏൽപ്പിച്ചു. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ സ്വന്തമായി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഫുള്ളായിട്ട് ഒരു സാധനം ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. അതിനകത്ത് കുറെ മോഡിഫിക്കേഷൻസ് വന്നേക്കാം. അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് 2022 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട്. IT വെർട്ടിക്കലാണ് ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് സോളാർ അക്കാഡമിയായിട്ട് സംസാരിച്ചപ്പോൾ സോളാർ ഇൻഡസ്ട്രിയിൽ ഇതേ രീതിയിലുള്ള പല ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. കാരണം സോളാറിലാണെങ്കിലും എനിക്ക് തോന്നുന്ന IT കൂടുതൽ ഒരു ലീഗലി ആണെങ്കിലും അല്ലാത്ത രീതിയിലൊക്കെ ആവശ്യം കൂടുതലാണ്. കാരണം ഒരു കംപ്ലൈന്റ് വന്നു ഒരു കോർട്ടിൽ. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗിൽ എനിക്ക് മനസ്സിലായത് അവിടെ തന്നെ 375 കേസിന് മേളിലുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ആള് അനർട്ടിന്റെ ആണെന്ന് തോന്നുന്നു, ആരോ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇന്ന സമയത്ത് അവർ കംപ്ലൈന്റ് ബുക്ക് ചെയ്തിരുന്നു, നമ്മൾ അതിന്റെ ക്ലീനിങ് നടത്തിയിട്ടുണ്ട്, അല്ലെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊന്നും പ്രോപ്പർ ഒരു റിപ്പോർട്ടോ സാധനമൊന്നും നമ്മളിൽ ഉണ്ടാകില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർ നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്യും. കാരണം ആ കസ്റ്റമർ എപ്പോഴാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തത്, എപ്പോഴാണ് നമ്മുടെ സർവീസ് എഞ്ചിനീയർക്ക് അത് അസൈൻ ചെയ്തേക്കുന്നത്, എപ്പോഴാണ് നമ്മുടെ ആൾ അറ്റൻഡ് ചെയ്തത്, എന്നിട്ട് അത് ഓക്കെ ആണെന്ന് അവർ ഒപ്പിട്ട് തന്നിട്ടുണ്ടോ, ഇതിന്റെ എല്ലാം ലോഗ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവരത് ഓക്കെ ആണെന്ന് പറഞ്ഞ് അതിനെ പെർമനന്റ് അതിനെ ക്ലോസ് ചെയ്യുന്നത്, പിന്നെ അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ 1-2 പേരുമായിട്ട് സംസാരിച്ച് അവരിത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു CRM കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞത് നോ. കാരണം CRM എന്ന് പറഞ്ഞൊരു വലിയ മൊഡ്യൂളാണ്. അതിനെ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ടിക്കറ്റിംഗ് ടൂള് പോലെ തന്നെയാണ് CRM. ഇപ്പം പറഞ്ഞ അങ്ങനെ അല്ല, ഞങ്ങൾക്ക് സോളാർക്ക് വേണ്ടിയിട്ട് ഈ സോളാർ ട്രേഡ് പോലെ അങ്ങനെ അതിനകത്തൊരു എടുത്ത് കാണിച്ചു തന്നു. ഇതുപോലെയുള്ള ഒരു സാധനമാണെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് സോളാറിന് വേണ്ടി മാത്രം നമ്മളൊരു ബേസിക് CRM നമ്മളിപ്പം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ ഡെമോയ്ക്ക് അത് കാണിക്കും. ആ ബേസിക് CRM കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഇൻസ്റ്റലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് കുറെ ഫീസിബിലിറ്റി എടുക്കണം, അതിന്റെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് അതിനെ കണ്ടിട്ട് പല പല കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് ചെയ്യാനുണ്ട്. KCB കൊടുക്കേണ്ട റിപ്പോർട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതും കൂടെ നമ്മൾ ചെയ്തു. അപ്പൊ അങ്ങനെ ഇപ്പം സോളാറിന് വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു ടിക്കറ്റിംഗ് ടൂൾ ആയിട്ട് ഞങ്ങൾ ചെയ്ത സാധനം സോളാറിൽ വരുമ്പോൾ ബേസിക് CRM ബേസിക് CRM പ്ലസ് ഒരു പ്രൊജക്ട്സും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു
അത് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ജനറലായിട്ട് ആൾക്കാർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ ടിക്കറ്റിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് മോഡിഫിക്കേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വരും അതൊക്കെ നിങ്ങൾക്ക് നോർമലി ആ കോസ്റ്റിൽ തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കും ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഡെമോ കാണിക്കാനായിട്ട് നമ്മുടെ ഇവിടെ എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഡെൽവിൻ ഉണ്ട്, ജെറിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആര്യ എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. ഇവരിൽ ഇന്ന് ജെറിൻ ആരാണ് ഇന്ന് ഡെമോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആര്യ മ്യൂട്ടാണ് കേട്ടോ. സർ ആ ഓക്കെ, അപ്പൊ ഡെമോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം ആ CRM ബേസിക്സ് ആയിട്ടുള്ള CRM കാണിച്ചു കൊടുക്കുക, പ്രൊജക്ട്സിന്റെ അത് കാണിച്ചു കൊടുക്കുക, അതിനുശേഷം ടിക്കറ്റിംഗ് ഉള്ളത്. അപ്പൊ ടിക്കറ്റിങ്ങിന്റെ വിശദമായിട്ട് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എഴുതി ചാറ്റ് ചെയ്യുക, ഞങ്ങളത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇൻഡിവിജ്വലി അത് അയച്ചു തരാം. അതിനുശേഷം ഇതിന് ഡെമോ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് അതിനെ സംസാരിക്കുകയും ചെയ്യാം, അതിനും കുഴപ്പമില്ല. അല്ലാത്തവർക്ക് നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു തരുന്നതാണ്. ഡെമോയ്ക്ക് മുമ്പ് ആർക്കെന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? നമ്മൾ ഡെമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയറിയേക്കുന്ന ടീമിൽ ആർക്കെങ്കിലും? കണ്ണൻജി, നമ്മുടെ നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും സോളാർ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അവര് പറഞ്ഞോളും, അല്ലെങ്കിൽ ഇത് ഡെമോ കഴിഞ്ഞതിന് ശേഷം അവർക്ക് QA സെഷൻ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. ശരി, അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ആര്യ സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് S എന്ന് ടൈപ്പ് ചെയ്തേക്കാവോ? ഓക്കെ. ഹായ് ഓൾ, നമ്മളുടെ പ്ലാറ്റ്ഫോം onsiter.com ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഇരിക്കുന്ന എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും സൈനപ്പ് ചെയ്യണം. സോ നമ്മളിപ്പോൾ സൈനപ്പ് ചെയ്ത ഒരു സർവീസ് പ്രൊവൈഡറുടെ അക്കൗണ്ടിൽ നിന്ന് CRM എങ്ങനെ വർക്ക് ചെയ്യാം എന്നാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു ഫസ്റ്റ് പേജ് ഉണ്ടാവും. അതിൽ നമ്മളുടെ കമ്പനിയുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID, ദെൻ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു OTP വെരിഫിക്കേഷനോട് കൂടി ആയിരിക്കും ഫസ്റ്റ് സൈനപ്പ് വരുന്നത്. സോ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കമ്പനിയുടെ മെയിൻ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും. ഈ പേജിൽ നമ്മൾക്ക് ഫസ്റ്റ് നമ്മളുടെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഏൺ ചെയ്ത പോയിന്റ്സ്, ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റമർ ലോഗ് ചെയ്യുന്ന ഓരോ കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ റിക്വസ്റ്റുകളായിരിക്കും. ദെൻ നമ്മൾ ആ ലാസ്റ്റ് മന്തിൽ എത്ര കസ്റ്റമേഴ്സിന് സർവീസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതും നമ്മളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ബാലൻസ് എത്രയാണെന്നുള്ളതായിരിക്കും കാണിക്കുന്നത്. പിന്നെ ആസ് എ സർവീസ് പ്രൊവൈഡർ നമ്മൾക്ക് അണ്ടറിലുള്ള ടോപ്പ് 10 എഞ്ചിനീയേഴ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും. അതിൽ അവർക്ക് കസ്റ്റമർ റേറ്റ് ചെയ്തേക്കുന്നതും ഒപ്പം അവരുടെ കറന്റ് അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അവർ ആക്റ്റീവ്ലി വർക്കിംഗ് ആണോ അതോ ബിസി ആണോ എന്നുള്ള സ്റ്റാറ്റസും കാണിക്കും. പിന്നീട് നമ്മുടെ സൈഡ് പാനലിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊഫൈൽ ഉണ്ട്. പ്രൊഫൈലിൽ നമ്മുടെ കമ്പനിയുടെ ബേസിക് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, കമ്പനിയുടെ ഒരു ബ്രീഫ്, ദെൻ നമ്മുടെ GST ഡീറ്റെയിൽസ്, കമ്പനിയെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. ദെൻ നമ്മുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, നമ്മളെ വെർട്ടിക്കൽ ഏതാണ്. ഇപ്പോൾ സോളാർ എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ആണെങ്കിൽ ആ വെർട്ടിക്കലിൽ നമ്മൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ദെൻ ആ വെർട്ടിക്കലിൽ സബ് വെർട്ടിക്കൽസിൽ എന്തൊക്കെ വരും. ഇപ്പോൾ ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, മൈക്രോ ഇൻവെർട്ടർ, അങ്ങനെ വെർട്ടിക്കൽസ് വരും. ഇനി അഡീഷണൽ ആയിട്ട് സോളാർ അല്ലാണ്ട് നമ്മൾ ഏതെങ്കിലും വെർട്ടിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ ചിലർ IT അതിൽ തന്നെ CCTV ചെയ്യുന്നവരുണ്ടാവും. സോ അങ്ങനെ അഡീഷണൽ ഏതെങ്കിലും വെർട്ടിക്കൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി വെർട്ടിക്കൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ വന്നിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കും. സോ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മളൊരു സൈനപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ആണ്. പിന്നീട് നമ്മുടെ മൈ നെറ്റ്വർക്ക്. ആക്ച്വലി ഈ മൈ നെറ്റ്വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ കസ്റ്റമറുമായിട്ട് കണക്ട് ആവുന്നത്. നമ്മളുടെ ഓൺ കസ്റ്റമേഴ്സിന്റെ കംപ്ലൈൻസ് നമ്മളിലേക്ക് വരണം. സോ നമ്മൾ ഈ റെഫറൽ ലിങ്കുകൾ കോപ്പി ചെയ്യുക. ഈ B2B, B2C അതായത് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെ റെഫറൽ ലിങ്കുകൾ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഈ കോപ്പി ചെയ്ത റെഫറൽ ലിങ്കുകൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാം. ഈ ലിങ്ക് ഉപയോഗിച്ചാണ് അവർക്ക് സൈനപ്പ് ചെയ്യുക. ആ സൈനപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൊബൈൽ ആപ്പ് ആണ്.
ആര്യ സൗണ്ട് പോയല്ലോ. മ്യൂട്ടായി. ആര്യ ഓ സോറി. സോ ഈ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്യുന്ന കസ്റ്റമർ ഇടുന്ന കംപ്ലൈന്റ് എനിക്ക് മാത്രമേ വരത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ റെഫറൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ വ്യൂ മൈ നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് കസ്റ്റമേഴ്സ് മാത്രമേ സൈനപ്പ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് കസ്റ്റമർ ലിസ്റ്റ് ഉണ്ടാവും. അവർ ഏത് മെയിൽ ഐ ഡി ഏത് ഫോൺ നമ്പർ വെച്ചിട്ടാണ് സൈനപ്പ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് ഓഫ് കസ്റ്റമർ, ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ ആണോ ഒരു കോർപ്പറേറ്റ് കസ്റ്റമർ ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമ്മുടെ ടീമാണ്. ഓക്കെ, എല്ലാ സർവീസ് പ്രൊവൈഡറിന്റെ അണ്ടറിലും 1 or 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. സോ എഞ്ചിനീയേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഒരു പേജാണ് മൈ ടീം എന്ന് പറയുന്നത്. ഈ ആഡ് എംപ്ലോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സിനെ ആഡ് ചെയ്യാം. അവരുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, ദെൻ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്ത് അടുത്ത മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടത് റോളാണ്. ഓരോ റോളിലായിരിക്കും ഓരോ എഞ്ചിനീയേഴ്സ്. ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ദെൻ നമ്മൾക്കൊരു ഓഫീസിൽ ഇരുന്ന് സർവീസ് കോർഡിനേറ്റർ അല്ലെങ്കിൽ ഓൺ ഗോളിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും. ഒരു സർവീസ് മാനേജർ ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് റോൾസിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന എംപ്ലോയിയുടെ റോള് പർട്ടിക്കുലറായിട്ട് സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. ദെൻ അവരുടെ ക്വാളിഫിക്കേഷൻസ് അടുത്തടുത്ത ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ക്വാളിഫിക്കേഷൻസ്. അവർ ഏതൊക്കെ കോമ്പിറ്റൻസികളാണ് ചെയ്യുന്നത്. ഇപ്പൊ സോളാറിൽ തന്നെയാണെങ്കിൽ ഓഫ് ഗ്രിഡ് മാത്രം ചെയ്യുന്നവരുണ്ടാവും, ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ പാനൽ ഇൻസ്റ്റലേഷൻ. അങ്ങനെ ഓരോ ആ വെർട്ടിക്കലിൽ തന്നെ ഏതൊക്കെ കോമ്പിറ്റൻസി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അടുത്തടുത്ത സ്റ്റെപ്പിലായിട്ട് ആഡ് ചെയ്ത് വരുന്നത്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഓരോ എഞ്ചിനീയേഴ്സിനെ ആഡ് ചെയ്യുന്നത്. പിന്നീട് നമുക്കൊരു ഡയറക്ടറി അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ അതേ കോമ്പിറ്റൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ അതേ വെർട്ടിക്കലിൽ ഏതൊക്കെ സർവീസ് പ്രൊവൈഡേഴ്സ് സൈനപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഡയറക്ടറിയിൽ അവൈലബിൾ. അപ്പൊ നമുക്ക് മറ്റൊരു ഏതെങ്കിലും ലൊക്കേഷനിൽ ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് റെഫർ ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ AMC മാനേജ്മെന്റ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു AMC കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കസ്റ്റമേഴ്സ് നമുക്ക് AMC കൊടുക്കുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ നിന്ന് വ്യൂ ചെയ്യാം. അവരുടെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് വ്യൂ ചെയ്യാം. ഈ വ്യൂ ചെയ്യുന്ന ഈ പേജിൽ നിന്ന് തന്നെ ആയിരിക്കും ആ AMC പ്രൊഡക്റ്റ് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. അതായത് ഒരു സർവീസ് പ്രൊവൈഡറിന്റെ അപ്രൂവൽ വരുന്നത്. ഇനിഷ്യലി കസ്റ്റമർക്ക് ഒരു AMC കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർക്ക് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് എപ്പോഴും സർവീസ് പ്രൊവൈഡർ വെരിഫൈ ചെയ്യണം. ആ ഒരു പ്രോസസ്സ് ഈ പേജിലായിരിക്കും നടക്കുന്നത്. പിന്നെ വാറണ്ടി മാനേജ്മെന്റ്. നമ്മൾ വാറണ്ടിയിൽ എത്ര പ്രൊഡക്ട്സ് ഉണ്ട്, ആ പ്രൊഡക്ട്സിന്റെ വാറണ്ടി ഡീറ്റെയിൽസും വാറണ്ടി കസ്റ്റമേഴ്സ് ആരൊക്കെ ആയിട്ടാണെന്നായിരിക്കും ഈ പേജിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നത്. പിന്നീടാണ് നമ്മളുടെ CRM. CRM എന്ന് പറയുമ്പം സോളാർ പ്രൊജക്ട് പോർട്ടലിൽ നിന്നാണ് നമ്മളിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡാഷ്ബോർഡിൽ വരുമ്പം നമുക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, എത്ര ലീഡ്സ് ഉണ്ട്, എത്ര പ്രപ്പോസൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര പ്രൊജക്ട്സ് ഓൺ ഗോയിങ് ആണ്, എത്ര പ്രൊജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡാഷ്ബോർഡിൽ കാണാവുന്നത്. പിന്നെ നമ്മൾ റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത കോൺടാക്ട്സ്, റീസെൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രപ്പോസൽസ്, ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഇതിൽ തന്നെ നമുക്കുള്ള പൈപ്പ് ലൈൻ, ഏതൊക്കെ പ്രൊജക്റ്റ് ഏതൊക്കെ സെക്ഷനിൽ കിടപ്പുണ്ട്, പ്രപ്പോസലാണോ, ഡിസ്കഷനിലാണോ, സോഡിലാണോ എന്നുള്ള സെക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പ്രപ്പോസൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത പ്രപ്പോസൽസ് എല്ലാം കാണാൻ പറ്റും. ഒരു പ്രപ്പോസൽ നമ്പർ ഉണ്ടാവും, പിന്നെ പ്രൊജക്ട് സൈസ്, ആർക്കാണ് പ്രപ്പോസ് ചെയ്തേക്കണേ, ഫോൺ നമ്പർ, പിന്നെ കറണ്ട് പ്രൊജക്ട് സ്റ്റാറ്റസും അതും കാണാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് കോണ്ടാക്ട്സ് ആണ്. നമുക്ക് പല രീതിയിൽ കോണ്ടാക്ട്സ് ആഡ് ചെയ്യാം. ലീഡായിട്ടും ആഡ് ചെയ്യാം, കസ്റ്റമറായിട്ടും കോണ്ടാക്ട് ആഡ് ചെയ്യാം. ഓൾ കോണ്ടാക്ട്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ എല്ലാ കോണ്ടാക്ട്സും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അവരുടെ കസ്റ്റമറിനെയും കാണാൻ പറ്റും, ഫോൺ നമ്പർ, ഇമെയിൽ, ആരാണ് ക്രിയേറ്റ് ചെയ്തത്, ക്രിയേറ്റഡ് ഡേറ്റ്, ഇതെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിലും ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ലീഡ്സ് കാണാം. അതായത് ലീഡായിട്ട് ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലീഡ് സെക്ഷനിൽ കാണാം. പിന്നെ കസ്റ്റമേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ ലീഡ് കൺവേർട്ട് ചെയ്ത് കസ്റ്റമർ ആയിട്ടുണ്ടോ അത് കസ്റ്റമർ സെക്ഷനിൽ കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഞാൻ പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്രൊജക്ട് മാനേജ്മെന്റ് എന്നൊരു മൊഡ്യൂളും കൂടെ ഉണ്ട്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ടാസ്ക് ആണ്.
നമുക്ക് ഇതിൽ തന്നെ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ടാസ്കിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടാസ്ക് എംപ്ലോയിക്ക് അസൈൻ ചെയ്യാൻ, ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു പ്രീ ഇൻസ്റ്റാൾ സർവേ പോലെ ഒരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് ക്രിയേറ്റ് ചെയ്യണത്. ടാസ്ക് എന്നൊരു സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്താൽ നമുക്ക് ടാസ്ക് നെയിം കൊടുക്കാം. അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത് നമുക്ക് ഫീൽഡ് നെയിമും ഫീൽഡ് ടൈപ്പും കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഫോംസ് ആണ്. ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പം മറ്റ് KCBയിലോട്ടോ മറ്റ് ഏതെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈ ഫോം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതും മൾട്ടിപ്പിൾ ആണ്, ഡൈനാമിക് ആയിട്ടാണ്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ അകത്തും ഫീൽഡ്സും ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഏത് രീതിയിലാണോ നമുക്ക് വേണ്ട ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓൾസോ ഇഷ്ടമുള്ള ടൈപ്പിൽ ആ ഒരു ഫീൽഡ് ടൈപ്പും ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് വർക്ക് ഫ്ലോ ആണ്. ഈ വർക്ക് ഫ്ലോ ആയിരിക്കും നമ്മൾ പ്രൊജക്റ്റ് എക്സിക്യൂഷൻ പാർട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ആഡ് വർക്ക് ഫ്ലോ ആൻഡ് മൈൽസ്റ്റോൺ എന്ന സെക്ഷൻ ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്താൽ, ആഡ് ചെയ്താൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ നമുക്ക് വർക്ക് ഫ്ലോ നെയിം കൊടുക്കാം. പിന്നെ അതിൽ തന്നെ വരുന്ന മൈൽസ്റ്റോൺസ് ഡിഫൈൻ ചെയ്യാം. അതായത് ആ പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റേജ് വരുമോ, ലൈക്ക് ഇൻസ്റ്റലേഷൻ, ഫീസിബിലിറ്റി സ്റ്റഡി, MNR രജിസ്ട്രേഷൻ, അങ്ങനെ നമുക്ക് ഓരോന്നും ഡിഫൈൻ ചെയ്ത് വെക്കാം. ഓൾസോ ആ ഒരു ഫോംസ്, നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച ഫോംസ് ഇവിടെ ആഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഏത് സ്റ്റേജിൽ ഒരു സെക്കൻഡ്. അതായത് ഇപ്പൊ എന്താ വെച്ചാൽ ഓരോ കമ്പനി അവരവരുടെ കമ്പനിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിനനുസരിച്ചിട്ടോ ചില പ്രോസസ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇന്ന സാധനം കഴിഞ്ഞ് ഇന്നയാളാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് കൂടാതെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ സബ്സിഡിക്ക് വേണ്ടിയിട്ടൊക്കെ ഇന്ന രീതിയിൽ. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ഫ്ലോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലോ എല്ലാവർക്കും ചിലപ്പോൾ അതേ ഫ്ലോ ആയിരിക്കില്ല വേണ്ടി വരിക. അതുകൊണ്ടാണ് നമ്മൾ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫ്ലോ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ ചെയ്തു വെക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത്. ജെറിനെ കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ സോളാർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് വെച്ചേക്കുന്നതാണ്. ഇതിലിപ്പം ഫസ്റ്റ് എന്ന് വെച്ചാൽ വെൽക്കം കോൾ ആണ്. അതിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അത് കൊടുക്കേണ്ടത്. കോൾ ഡേറ്റ്, കോൾ സ്റ്റാറ്റസ്, കമന്റ്സ്, ഡ്യൂ ഡേറ്റ്, അസൈനി, ടാസ്ക്, അതുപോലെ തന്നെ ഫീസിബിലിറ്റി ഉണ്ട്. അതിൽ തന്നെ ഫീസിബിലിറ്റി നോട്ട്, സൈറ്റ് ഓവർവ്യൂ, മീറ്റർ റൂം ഫോട്ടോ, പാനൽ ബോർഡ് ഫോട്ടോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഇത് സാമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. എല്ലാ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഒരു ശരിക്കും ഒരു വർക്ക് നിങ്ങൾക്ക് അപ്പൊ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ കണ്ടാൽ മതി ഇതിനെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പൊ ഒരു പുതുതായിട്ട് ഒരാൾ വന്നാൽ പോലും നമ്മളുടെ കമ്പനിയിൽ എന്ത് രീതിയിലാണ് ഒരു പ്രൊജക്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. അതിനെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടേതായ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്കൊരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രപ്പോസൽ ടെംപ്ലേറ്റ്സ് ആണ്. നമുക്കിപ്പോൾ ആദ്യം പ്രപ്പോസൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ കമ്പനിയിൽ എങ്ങനെയാണോ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടാവും, അത് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ആ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ടെംപ്ലേറ്റ്സിലോട്ട് ജസ്റ്റ് ആ ഒരു ടെംപ്ലേറ്റ് നെയിം മാത്രം ചൂസ് ചെയ്താൽ മതി. അത് ഓൾറെഡി എല്ലാ ഡാറ്റയും ലോഡ് ആവുന്നതാണ്. ഞാനിപ്പം ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് നെയിം കൊടുക്കുന്നു. നമുക്ക് എന്തൊക്കെയാണോ വേണ്ട അത് ഡിഫൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. ആദ്യത്തെ സെക്ഷൻ വരുന്നത് ജനറൽ ഡീറ്റെയിൽസ് ആണ്. അത് ജസ്റ്റ് ടെംപ്ലേറ്റ് നെയിം, പ്രൊജക്ട് സൈസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പ്രൈസിങ് ആണ്. അതിൻ്റെ അകത്തും ടാക്സ് ഡീറ്റെയിൽസ്, സബ്സിഡി ഡീറ്റെയിൽസ് ഇതെല്ലാം ഉണ്ട്. മാൻഡേറ്ററി അല്ല, കൊടുക്കേണ്ട എന്താണോ നമ്മുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാം. പിന്നെ വരുന്നത് BOM ആണ്. ഇതിനകത്ത് മോഡ്യൂൾസ്, ഇൻവെർട്ടർ, കേബിൾസ്, സ്ട്രക്ചർ, BOS, ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസും ഡിഫോൾട്ടായിട്ട് ആസ് പെർ OEM ആയിരിക്കും ലോഡായി വരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ഫൈനലൈസ് ആണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിസ്റ്റം കോസ്റ്റും ഇതെല്ലാം ലോഡായി വന്നിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് പേയ്മെന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസുമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ലോഡാവും. ഇത് എഡിറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് ടേംസോ ടേംസ് ആൻഡ് കണ്ടീഷനോ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. നമ്മളിപ്പോ ഡിഫോൾട്ട് വരുന്ന സാധനം എന്തെങ്കിലും വേണ്ടാന്ന് വെക്കണേ അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും ചെയ്യും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഒരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അതിന്റെ സൈഡിൽ തന്നെ ഒരു ആരോ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം അവിടെ കാണാൻ പറ്റും. അവിടുന്ന് ഡയറക്റ്റ് ചൂസ് ചെയ്ത് ആ ഒരു ടെംപ്ലേറ്റ് വെച്ച് എല്ലാം ലോഡായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ജസ്റ്റ് ആ കസ്റ്റമറെ മാത്രം ചൂസ് ചെയ്താൽ മതിയാവും. കസ്റ്റമറെ ചൂസ് ചെയ്യുക, കസ്റ്റമറുടെ ലൊക്കേഷൻ ഏത് ലൊക്കേഷനിലാണോ നമുക്ക് പ്രപ്പോസൽ കൊടുക്കേണ്ട അത് മാത്രം ചൂസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ സബ്മിറ്റ് പ്രപ്പോസൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ പ്രപ്പോസൽ ക്രിയേറ്റ് ആയി. ഇതായിരിക്കും ഒരു ഡീറ്റെയിൽസ് പേജിലോട്ട് വരുന്നത്. നമ്മുടെ പ്രൊജക്ട് സൈസ് ഉണ്ടാവും, ആർക്ക് വേണ്ടിയാണ് പ്രപ്പോസൽ ചെയ്തേക്കണേ, കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. നമുക്ക് ഇവിടുന്ന് പ്രപ്പോസൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നുള്ളത് പ്രൊജക്ട് കപ്പാസിറ്റി, പ്രൊജക്ട് ടൈപ്പ്, നമ്മൾ എന്താണ് പ്രപ്പോസൽ കൊടുത്തത് അത് ഇവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. പിന്നെ പ്രൈസിങ് ഇൻഫോ അതും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത പ്രപ്പോസൽ ഇതാണ്. നമുക്ക് ഈ ഒരു ഇതിലായിരിക്കും ഫോർമാറ്റിലായിരിക്കും പ്രപ്പോസൽസ് വരുന്നത്. പ്രൊജക്ട് സൈസ്, ആർക്ക് വേണ്ടിയാണ് പ്രപ്പോസ് ചെയ്തേക്കണേ, പിന്നെ നമ്മൾ പ്രപ്പോസൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാം. പ്രൊജക്ട് സൈറ്റ് സമ്മറി, സിസ്റ്റം കോസ്റ്റ്, സിസ്റ്റം കമ്പോണൻസ്, വാറണ്ടി ഡീറ്റെയിൽസ്, പിന്നെ പേയ്മെന്റ് ടൈംസും ടൈംസ് ആൻഡ് കണ്ടീഷൻസും. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് PDF കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ അപ്രൂവൽ ആണ്. അത് കസ്റ്റമർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡർ തന്നെ നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. നമുക്കിപ്പം സെയിം പ്രപ്പോസൽ തന്നെ എഗെയിൻ എഡിറ്റ് ചെയ്യാം. ഞാനിപ്പം 253001 ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം അതിലെനിക്ക് ചേഞ്ച് ചെയ്യാൻ, പ്രൈസിങ്ങിൽ എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ചെയ്യാം. കോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഒരു പുതിയ പ്രപ്പോസലായിട്ടായിരിക്കും 002 ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം കസ്റ്റമറിനെ സംബന്ധിച്ചോളം കസ്റ്റമർക്ക് ഏത് വേണേലും അപ്രൂവ് ചെയ്യാം. ചിലപ്പം ഫസ്റ്റ് ആയിരിക്കും കസ്റ്റമർക്ക് ആവശ്യമുള്ളത്, അത് ഏത് വേണേലും കസ്റ്റമറുടെ ചോയ്സ് ആയിട്ട് കസ്റ്റമറിന് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ പ്രൈസ് മാത്രമല്ല, ചിലയിടത്ത് കസ്റ്റമർ നമ്മൾ ചെല്ലുമ്പം 5 കിലോവാട്ടിന്റെ സാധനം, എന്നിട്ട് പാനലും 3 കിലോവാട്ടിന്റെ ഇൻവേർട്ടറും ആണെങ്കിൽ രണ്ടാമത് അയാൾ പറയുകയാണ് ഒരു കാര്യം ചെയ്യും 5 കിലോവാട്ട് ഇൻവേർട്ടർ തന്നെ തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ആ കൊട്ടേഷൻ കൊടുത്തു. ആ കൊട്ടേഷൻ കൊടുത്തപ്പോഴാണ് അതിന് റേറ്റ് കൂടുതൽ, എന്നാൽ എനിക്ക് ഒന്നാമത്തെ കൊട്ടേഷൻ തന്നെ മതിയെങ്കിൽ അതെടുത്തിട്ട് അപ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനെപോലെ സ്ട്രക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് ആദ്യം അവരെയും കൊണ്ട് ചെയ്യിക്കാനാണ്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു വേണ്ട നിങ്ങൾ തന്നെ കോട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്ട്രക്ചർ മാറ്റി ആ സ്ട്രക്ചർ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ എന്നിട്ട് അതിന്റെ കോസ്റ്റോട് കൂട്ടി ഇപ്പൊ ഒരു വ്യത്യാസം വന്നു. അപ്പൊ അത് അങ്ങനെ അപ്പൊ മൂന്നാമത്തെ പ്രപ്പോസൽ ആണെങ്കിൽ ആ മൂന്നാമത്തെ പ്രപ്പോസൽ എടുത്തിട്ട് അവർക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഉദ്ദേശം. നെക്സ്റ്റ് ഞാൻ ആ ഒരു പ്രപ്പോസൽ അപ്രൂവ് ചെയ്യാണ്. കസ്റ്റമർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡറും അപ്രൂവ് ചെയ്യാം. കസ്റ്റമർ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമർ പോർട്ടലിൽ കസ്റ്റമർക്ക് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാൻ കസ്റ്റമർക്ക് വേണ്ടി സർവീസ് പ്രൊവൈഡർ സൈഡിൽ നിന്ന് തന്നെ അപ്രൂവ് ചെയ്യുന്നു. നമ്മുടെ സർവീസ് പ്രൊവൈഡറിന്റെ പോർട്ടലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സാധനം തന്നെ സർവീസ് എഞ്ചിനീയർക്കും കസ്റ്റമർക്കും ഉണ്ട്. നമ്മളിവിടെ ഒരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ആ സാധനം കാണാൻ പറ്റും. കസ്റ്റമർ അതിൽ നിന്ന് എടുത്തിട്ട് അപ്രൂവ് ചെയ്താൽ നമ്മളിവിടെ അപ്രൂവ് എന്ന് വരും. ഇനി ചില കസ്റ്റമർ അങ്ങനെ കയറിയില്ല, നമ്മുടെ ഓവർ ദ ഫോണിൽ ഓക്കെ പറഞ്ഞല്ല വാട്സാപ്പ് വഴി മെയിൽ വഴി അപ്രൂവൽ തരികയാണെങ്കിൽ ആ പറയുന്ന സാധനം നമുക്ക് ഇവിടെ കയറി സർവീസ് പ്രൊവൈഡർ നമ്മുടെ സർവീസിന്റെ സെയിൽസ് കോർഡിനേറ്റർക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് നമ്മളിപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊജക്ട് സ്റ്റാറ്റസ് വരുന്നത് ഡിസ്കഷനിലായിരിക്കും. നെക്സ്റ്റ് അതിനൊരു പ്രൊജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസിന് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓൺ ഗോയിങ് എന്നൊരു സ്റ്റാറ്റസ് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എഞ്ചിനീയറേയും ചൂസ് ചെയ്യാം. ലൈക്ക് ഒരു പ്രൊജക്ട് മാനേജറിനെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ എഞ്ചിനീയേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന എഞ്ചിനീയേഴ്സിനെല്ലാം ഇവിടെ കാണിക്കുന്നതാണ്. നമുക്ക് അതിൽ നിന്ന് നമ്മുടെ എഞ്ചിനീയറെ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ സർവീസ് മാനേജറിനെ ചൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച വർക്ക് ഫ്ലോയും ചൂസ് ചെയ്യുന്നു.
വരും. അത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ പ്രൊജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രൊജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മുതൽ ഓരോ ആക്ടിവിറ്റിയും ഒരു സിസ്റ്റം ലോഗിൽ ആഡ് ആവുന്നതാണ്. അപ്പം ഫസ്റ്റ് ലോഗായിട്ട് പ്രപ്പോസൽ അസൈൻ ടു മാനേജർ എന്നാണ്. അപ്പോൾ ആ പ്രൊജക്ട് മാനേജർക്ക് അസൈൻ ആയിട്ടുണ്ട് ആ പ്രൊജക്റ്റ്. നെക്സ്റ്റ് ആ സർവീസ് മാനേജറുടെ പോർട്ടലിൽ കയറുവാണെങ്കിൽ അവർക്ക് പ്രൊജക്ട് പോർട്ടൽ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടാവും. അതിൽ പ്രൊജക്ട്സിൽ വരുവാണെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കസ്റ്റമറുടെ പേര്, പ്രൊജക്ടിന്റെ ടൈപ്പ്, പ്രൊജക്ട് സൈസ്, പിന്നെ ഏത് ലൊക്കേഷനിലാണോ ഇൻസ്റ്റലേഷൻ വേണ്ടത് അത് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പോസലിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. പ്രൊപ്പോസൽ നെയിം, ലൊക്കേഷൻ, പിന്നെ പ്രൊജക്ട് സൈസ്, പ്രൊജക്ട് ടൈപ്പ്, മൗണ്ടിങ് ടൈപ്പ്, കറണ്ടുള്ള പ്രൊജക്ട് സ്റ്റാറ്റസ്, പിന്നെ കസ്റ്റമർ ഡീറ്റെയിൽസ്, കസ്റ്റമറുടെ ഫോൺ കാണാൻ പറ്റും, ഇമെയിൽ, ബില്ലിംഗ് അഡ്രസ്സ്, ഷിപ്പിംഗ് അഡ്രസ്സ്. ഓൾസോ പ്രൊപ്പോസലും ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ആണ് പ്രൊജക്ട് മൈൽ സ്റ്റോൺസ്. നമ്മൾ എങ്ങനെയാണോ വർക്ക് ഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചങ്ങനെ ആ ഒരു സ്റ്റേജസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഞാൻ സോളാർ ബേസിക് എന്ന് പറഞ്ഞ വർക്ക് ഫ്ലോ ആണ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് 2 സ്റ്റേജ് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ റിസീവിങ് അഡ്വാൻസ് ടോക്കൺ ആണ്. പിന്നെ രണ്ടാമത്തെ ഇൻസ്റ്റലേഷനും. നമുക്ക് ആ ഒരു മൈൽ സ്റ്റോൺ മറ്റ് എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ചിലപ്പോൾ അഡ്വാൻസ് വാങ്ങിക്കുന്ന അക്കൗണ്ട് സ്ട്രീം ആണെങ്കിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന അക്കൗണ്ട് സ്ട്രീമിന്റെ എംപ്ലോയിക്ക് ആയിരിക്കും ഇത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർ അഡ്വാൻസ് വാങ്ങിച്ചു കഴിയുമ്പോൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മൈൽ സ്റ്റോണിലേക്ക് പോകും. അപ്പോൾ അതിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി, KCB അപ്രൂവൽ, ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ മൈൽ സ്റ്റോൺ ഉള്ളത് ആ മൈൽ സ്റ്റോൺ നമ്മളവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിവിടെ വരും. ഞാനിപ്പോൾ ഒരു എംപ്ലോയിക്ക് അസൈൻ ചെയ്യുകയാണ്. ഡെമോ ഫീൽഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ എഞ്ചിനീയർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അസൈൻ ചെയ്യുമ്പം സ്റ്റാറ്റസ് മാറി, നോട്ട് സെറ്റഡ് ആയിരുന്നു, അത് മാറി അസൈൻഡ് ആവും. ആർക്കാണ് അസൈൻ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ എംപ്ലോയിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും കാണാൻ പറ്റും. ഓൾസോ നമ്മുടെ ലോഗിലും ആഡ് ആവുന്നതാണ്. ഇപ്പോൾ കറന്റ് മൈൽ സ്റ്റോൺ ഏതാണോ മൈൽ സ്റ്റോൺ നെയിം അത് അസൈൻ ടു ആ എഞ്ചിനീയറുടെ പേരും അത് കാണാൻ പറ്റുന്നതാണ്. ഓരോ ആക്ടിവിറ്റിയും ആ ഒരു ലോഗിലോട്ട് ആഡ് ആവുന്നതാണ്. കസ്റ്റമറുടെ പോർട്ടലിൽ നിന്ന് കയറിയാൽ അവർക്കും അറിയാൻ പറ്റും ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കസ്റ്റമർ അഡ്വാൻസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിന് ശേഷമുള്ള മൈൽ സ്റ്റോൺസ് ഇന്നതാണ്, ആ മൈൽ സ്റ്റോൺസിലേക്ക് അത് ചെയ്തു, അത് എത്ര ദിവസമായിട്ട് ആളുടെയിലാന്നൊക്കെ കസ്റ്റമർക്കും കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പം ഒരു എഞ്ചിനീയറുടെ പോർട്ടാണ്. ഞാനിപ്പം അഡ്വാൻസ് ടോക്കൺ എന്ന് പറഞ്ഞ ടാസ്ക് അസൈൻ ചെയ്ത എംപ്ലോയി ആണ്, എഞ്ചിനീയർ ആണ്. അയാൾക്കും ഇവിടെ ഒരു പ്രൊജക്ട് പോർട്ടൽ എന്ന് പറഞ്ഞ മെനു ഉണ്ടാവും. അതിൽ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലായിരിക്കും ആ ഒരു ടാസ്ക് അസൈൻ ആയിട്ടുണ്ടാവുക. ഇവിടെ ഫസ്റ്റ് തന്നെ റിസീവിങ് അഡ്വാൻസ് ടോക്കൺ ആ ഒരു ടാസ്ക് ഇവിടെ അസൈൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രപ്പോസൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് പ്രപ്പോസൽസ് ഡൗൺലോഡ് ചെയ്യാം. കസ്റ്റമർ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ എങ്ങനെയാണോ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേ ആ ഒരു ഫോം ഇവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് എമൗണ്ട് ആണ്. പേയ്മെന്റ് ഡേറ്റ്, പേയ്മെന്റ് മോഡ്, ഡ്യൂ ഡേറ്റ്, അസൈനി, ടാസ്ക് സ്റ്റാറ്റസ്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ആ ഒരു മൈൽ സ്റ്റോണിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് നിങ്ങളുടെ ജനറൽ ആയിട്ടുണ്ടെങ്കിൽ അത് തരുവാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു തരാം. അതിനെ സ്വന്തമായിട്ട് വേണം എഡിറ്റ് ചെയ്ത് വേറെ ആക്കണമെങ്കിലും അതാക്കാൻ പറ്റും. ഇതിപ്പോ നമ്മൾ ഒരു ചിലരുടെ ഒരു ഫീൽഡിൽ പോകുന്ന എഞ്ചിനീയേഴ്സ് ആയിരിക്കും അഡ്വാൻസ് വാങ്ങിക്കുന്നത്, ചിലരുടെയാണ് അക്കൗണ്ട്സ് ടീം ആയിരിക്കും വാങ്ങിക്കുന്നത്, ചിലരുടെ പ്രൊജക്ട് മാനേജർ ആയിരിക്കും, അല്ലെ സെയിൽസുകാരായിരിക്കാം. അത് നിങ്ങൾ ഏതാണോ അതനുസരിച്ചിട്ട് അവർക്ക് അത് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാറ്റസ് ആണ്. ഇതിൽ 2 സ്റ്റാറ്റസ് ആണുള്ളത്. ഇൻ പ്രോഗ്രസും ഇടാം, കംപ്ലീറ്റഡ് ഇടാം. കംപ്ലീറ്റ് ഇട്ടാൽ നെക്സ്റ്റ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ നമുക്ക് അഗൈൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം ഡയറക്റ്റ് കംപ്ലീറ്റ് ഇടുകയാണ്. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ അതും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയത്. ഇപ്പം പിന്നെ എഗെയിൻ എഡിറ്റ് ചെയ്യാനൊന്നും ഓപ്ഷൻ ഉണ്ടാവില്ല. പിന്നെ ലോഗിലും ആഡ് ആയിട്ടുണ്ടാവും ടാസ്ക് സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ. ഞാൻ അഗെയിൻ സർവീസ് മാനേജറിൽ ലോഗിൻ ചെയ്യുന്നു.
അതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു മൈൽ സ്റ്റോൺ അഗെയിൻ പിന്നെ റീഓപ്പൺ ചെയ്യാനായിരിക്കും ഓപ്ഷൻ. നമുക്കിപ്പോൾ എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് റീഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ള റിപ്പോർട്ടാണ്, അതായത് ആ എഞ്ചിനീയർ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു അഡ്വാൻസ് എമൗണ്ട്, പേയ്മെന്റ് ഡേറ്റ്, ഇതെല്ലാം എങ്ങനെയാണോ അവർക്ക് ഡിഫൈൻ ചെയ്തത് അതായിരിക്കും എഞ്ചിനീയർക്ക് വരുന്നത്. ആ എഞ്ചിനീയർ എന്താണോ ഫില്ല് ചെയ്ത് അത് മൈൽ സ്റ്റോൺ റിപ്പോർട്ടിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ടാസ്കും സെയിം എഞ്ചിനീയർക്ക് അസൈൻ ചെയ്യുന്നു. എഞ്ചിനീയർ ലോഗിൻ ചെയ്തു, ആ ടാസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റലേഷൻ ടാസ്ക് അസൈൻ ആയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഈ മൈൽസ്റ്റോണിൽ ഇൻസ്റ്റലേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റലേഷൻ ഡേറ്റ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, അസൈൻ ചെയ്യാനാണ്, ഡ്യൂ ഡേറ്റ് ഉണ്ട്, ടാസ്ക്, പിന്നെ സ്റ്റാറ്റ്സ് ആണുള്ളത്. ഈ ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുന്നു. പേയ്മെന്റ് 50,000 രൂപ ഇട്ടിട്ടുണ്ട്. വിളിച്ചപ്പോ മറ്റൊരു കോളിൽ എന്ന് പറഞ്ഞതാണ് മെസ്സേജ്. ഞങ്ങൾക്കാണോ 50,000 രൂപ അഡ്വാൻസ് ഇട്ട അനൂപേ? കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, ഞാൻ ഈ കംപ്ലീറ്റ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അഗൈൻ പ്രൊജക്ട് മാനേജർ പോർട്ടലിൽ വരുന്നു. പ്രൊജക്ട്സ് എടുക്കുകയാണെങ്കിൽ ഈ പല പല സ്ക്രീൻ എടുക്കുന്ന ഞങ്ങള് പല യൂസറിന്റെ ഇതാണ് കേട്ടോ. അതായത് അത് പല സ്ക്രീനാ. അപ്പൊ എഞ്ചിനീയർ, സർവീസ് പ്രൊവൈഡർ, കസ്റ്റമർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ ലോഗിൻ സ്ക്രീൻ ഉണ്ടാവും. അതിനകത്ത് പോയി അത് വരുന്നതാണ് കണ്ടത്. മുമ്പേ പ്രൊജക്ട് മാനേജർ അസൈൻ ചെയ്തപ്പം ആ അസൈൻ ചെയ്ത എഞ്ചിനീയർക്ക് അത് അവിടെ വന്നു. അതാണ് 2-3 ടാബിലായിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ നമ്മുടെ 2 ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പം ഏതെങ്കിലും ഒരു ടാസ്ക് അഗൈൻ റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ റീ ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റീ ഓപ്പൺ എന്താണോ കറക്റ്റ് ചെയ്യേണ്ടത് അത് കൊടുത്ത് റീ ഓപ്പൺ ചെയ്യാവുന്നതാണ്. റീ ഓപ്പൺ ചെയ്ത സെയിം എഞ്ചിനീയർക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. അതിനുശേഷം എംപ്ലോയിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നെക്സ്റ്റ് എല്ലാ ടാസ്കും എല്ലാം ആ മൈൽസ്റ്റോണിൽ എല്ലാതും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മാർക്കാസ് പ്രൊജക്ട് കംപ്ലീറ്റഡ്. ഇതിൽ നമുക്ക് സോളാർ പ്ലാന്റിന്റെ ഒരു സീരിയൽ നമ്പർ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ് പീരിയോഡിക് മെയിൻ്റെനൻസ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എനേബിൾ പീരിയോഡിക് മെയിൻ്റെനൻസ് കൊടുക്കാം. പിന്നെ എത്ര ഡേയ്സിലാണ് പീരിയോഡിക് മെയിൻ്റെനൻസ് സെറ്റ് ചെയ്യേണ്ടത് ആ ഡേയും ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് സബ്സിഡി വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ റിപ്പോർട്ട് കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് ഈ അനേറ്റിലേക്ക്, ഈ പീരിയോഡിക് മെയിൻ്റെനൻസിന്റെ. അപ്പൊ അത് ചിലപ്പോൾ 30 days ആയിരിക്കാം, 45, അല്ലെങ്കിൽ ഡേറ്റ് മാറുന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്. അത് ചിലപ്പം ഒരു B2C കസ്റ്റമർക്കാണെങ്കിൽ നിങ്ങളൊരു 6 മാസം കൂടുമ്പോഴാണ്. പക്ഷെ വലിയൊരു B2B വലിയൊരു ഹോസ്പിറ്റൽ അങ്ങനത്തെയൊക്കെയാണ് അവർക്ക് ഇടയ്ക്ക് 3 മാസം കൂടുമ്പോൾ ചെയ്തോളാം നമ്മൾ ചിലപ്പം പ്രപ്പോസൽ കൊടുത്തപ്പോൾ എഗ്രിമെന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതും ആഡ് ചെയ്ത് വെക്കാം. ലൈക്ക് ഇൻവെർട്ടർ, അതിന്റെ സീരിയൽ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്ത് വെക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് വെക്കാം. അത് ഒരേ പ്രൊഡക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ സീരിയൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ സർവീസ് പ്രൊവൈഡർ വന്ന് പ്രപ്പോസൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ലോഗ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എന്തൊക്കെ ആക്ടിവിറ്റി ആണോ നടന്നിട്ടുള്ളത് അതെല്ലാം കാണാൻ പറ്റുന്നതാണ്. ലൈക്ക് മാനേജർക്ക് അസൈൻ ആയത് മുതൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയവരെ ഉള്ള ആക്ടിവിറ്റി എല്ലാം ലോഗായിട്ടുണ്ട്.
ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് ഈ ലോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു പ്രൊജക്ട് ഡിലേ ആയെങ്കിൽ എന്തുകൊണ്ടാണ് ഡിലേ ആയത്, ആർക്ക് അസൈൻ ചെയ്തിട്ട് ഏത് സമയത്താണ് അത് കുറെ ഡ്യൂറേഷൻ എടുത്തത്, അല്ലെങ്കിൽ ഒരു ലീഗലി ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ പറയുവാണ് ഇവര് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാ തന്നെ, അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ആ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള സാധനം സബ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊരു റെക്കോർഡിക്കൽ ആണിത്. അതിനെ ഒരു സാസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് കോടതി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കത് വാലിഡുമാണ്. പിന്നെ വരുന്ന പ്രൊജക്ട് പോർട്ടലിൽ വരുന്നത് അതിൻ്റെ ആ കസ്റ്റമറുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്. ആ ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് ഇതെല്ലാം കാണാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രപ്പോസൽസ് ആണ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പ്രപ്പോസൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു പ്രപ്പോസൽസ് തന്നെ മൾട്ടിപ്പിൾ വെർഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ കസ്റ്റമറുടെ സൈഡാണ്. കസ്റ്റമറിൽ വന്നിട്ടുണ്ടാവും വരുമ്പോൾ ഇവിടെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടാവും. അതിൽ തന്നെ മൈ പ്രൊജക്ട്സ് ഉണ്ട്. ഇവിടെ വരുമ്പം ആ ഒരു കസ്റ്റമർക്ക് കിട്ടിയ പ്രപ്പോസൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പ്രപ്പോസലാണ് ഇത്, ഈ 253002. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിം എങ്ങനെയാണോ സെർച്ച് ബോർഡ് കണ്ട പോലെ തന്നെ ഇവിടെ ഉണ്ടാവും. ആ ഒരു പ്രപ്പോസൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നതാണ്. പ്രൈസിങ് ഇൻഫോ ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റേജ് എല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഓൾ ലോഗ്സ് നോക്കുകയാണെങ്കിൽ അഗെയിൻ അസൈൻ ആയത് മുതൽ കംപ്ലീറ്റ് ആയവരുള്ള കംപ്ലീറ്റ് ലോഗ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കസ്റ്റമർക്കും പ്രപ്പോസലിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതായിരിക്കും കസ്റ്റമർ വരുമ്പോൾ ഉള്ളത്. ഇത്രയാണ് CRMA വരുമ്പോൾ ഉള്ള കംപ്ലീറ്റ് ഫ്ലോ. ഇതിപ്പോ എന്താ വെച്ചാൽ ഒരു ലീഡ് നമുക്ക് വന്ന് അതിന് ക്വാളിഫൈഡ് ലീഡ് ആക്കി പ്രപ്പോസൽ കൊടുത്ത് അതിന് ഓർഡർ ആക്കി അവിടുന്ന് നമ്മൾ അതിന്റെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സബ്സിഡി കാര്യങ്ങൾക്കൊക്കെ പേപ്പർ വർക്കുകൾ ചെയ്ത് അതിന്റെ ആ പ്രൊജക്ട് സൈറ്റിന്റെ ഇംപ്ലിമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന വരെയുള്ളതാണ് അവിടെ നടക്കുന്നത്. ഇനിയാണ് ശരിക്കും നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് എന്താ പറയുക ഓൺ സൈറ്റ് എന്നുള്ള ടൂൾ വരുന്നത്. ഓൺ സൈറ്റ് ഒന്ന് പക്ക ഒരു ടിക്കറ്റിംഗ് ടൂളാണ്. അതൊരു പോസ്റ്റ് സെയിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ എന്ത് സജഷൻസും നമുക്ക് ഒരു എന്താ പറയുക ജെനുവിൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു യൂണിവേഴ്സിറ്റി എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ഒരു ഫ്ലോ ആണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങൾ കുറെ രീതിയിൽ പല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നോക്കി അങ്ങനെ ചെയ്തേക്കുന്ന സംഭവമാണ്. ഇപ്പൊ അത് ആര്യാണോ കാണിക്കാൻ പോന്നെ? ശരി. ഇതിനകത്തെ കുറെ കൺസെപ്റ്റുകളുണ്ട്. വാലറ്റ് ഒന്നും കണ്ടിട്ട് ഇതാകണ്ട. അതൊരു നാളെ നിങ്ങൾക്ക് ഒരു AMC കൊടുക്കുമ്പം അവർക്ക് ഇത്ര പോയിന്റ്സ്, ഒരു വാലറ്റിൽ ഇത്ര പോയിന്റ്സ് കൊടുത്തിട്ട് ഓരോ സർവീസിനും ഇത്ര പോയിന്റ് വീതം കുറയുന്ന രീതിയിലും ഒക്കെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് നാളെ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഇത് വെച്ചിട്ട് അവർക്ക് പോയിന്റ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ചെയ്യുവാണെങ്കിൽ ഈ പോയിന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് നാളെ അവർക്ക് റിഡീം ചെയ്യാൻ പറ്റാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ്. അതിനകത്തേക്ക് പൈസ ചാർജ് ചെയ്യാന്ന് ഒന്നും അല്ല. നിങ്ങൾക്ക് പൈസ ചാർജ് ചെയ്യാൻ പറ്റും. പൈസ ചാർജ് ചെയ്താലും അത് വാലറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റിനാണ് വാലറ്റ് എന്ന് ഇട്ടേക്കുന്നത്. ബാക്കി ആ സർവീസിന്റെ ഫ്ലോ ഒന്ന് കണ്ടോളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സർവീസ് പ്രൊവൈഡർ സൈനപ്പിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മളൊരു മൈ ടീമിനെ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മളുടെ സർവീസ് പ്രൊവൈഡറിന്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ എംപ്ലോയീസ്, അഥവാ നമ്മുടെ എഞ്ചിനീയേഴ്സ്, സർവീസ് മാനേജർ, അങ്ങനെ ഓരോ റോൾസ്. സോ ഈ ഓരോ റോളിലുള്ളവർക്കും ഇൻഡിവിജ്വൽ ലോഗിൻസ് ആയിരിക്കും. അതാണ് ഒന്നിൽ നിന്ന് മാറി അടുത്ത ലോഗിൻ പേജിൽ വരുന്നതായിട്ട് കാണുന്നത്.
ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് വ്യൂവിൽ നമുക്ക് എല്ലാം സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഡാഷ്ബോർഡിൽ ഡിഫറൻസുകൾ ഉണ്ട്. ദെൻ അവർക്ക് കൊടുത്തേക്കുന്ന പെർമിഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. സോ കുറച്ചുകൂടെ അത് ഓരോ പേജ് ആയിട്ട് വ്യൂ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുക. സോ ഇനിഷ്യലി നമ്മളൊരു സർവീസ് പ്രൊവൈഡർ, നമ്മളുടെ മൈ ടീമിൽ നിന്ന് നമുക്ക് നമ്മുടെ എഞ്ചിനീയേഴ്സിനെ ആഡ് ചെയ്യാം. ഒരു കമ്പനി, ഒരു സർവീസ് പ്രൊവൈഡറിൽ ബേസിക്കലി ഒരു സർവീസ് കോർഡിനേറ്റർ അല്ലെങ്കിൽ ഓൺ കോളിൽ സപ്പോർട്ടിൽ ഒരാളുണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു റോള് ഓൺ കോൾ എന്നായിരിക്കും. അത് ഡിഫോൾട്ട് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ കമ്പനിയുടെ പേരിൽ നിന്ന് ഒരാളെ ആഡ് ചെയ്യാം. ഇല്ല, നമ്മൾക്ക് ഒരു വേറെ റോളിൽ എക്സ്ട്രാ ഒരു പ്രൊവിഷൻ വേണം, ഒരാളെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മളുടെ ഫീൽഡ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും. ഫീൽഡിൽ എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ടോ അവരെ ആഡ് ചെയ്യാം. ചിലപ്പോൾ ഫീൽഡ് എഞ്ചിനീയർ തന്നെ ആയിരിക്കാം സർവീസ് മാനേജർ, 2 റോള് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കാം. സോ അഡീഷണൽ നമ്മൾക്ക് അവർക്ക് സർവീസ് മാനേജർ എന്നൊരു റോള് കൊടുക്കാം. അപ്പോൾ അവർക്ക് 2 റോള് ഹാൻഡിൽ ചെയ്യാം. ഇനിയും ഇതുപോലെ ഒരു ഫീൽഡ് എഞ്ചിനീയർ ആയിരിക്കും ചിലപ്പോൾ വെയർഹൗസ് ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് സ്പെയറിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് അങ്ങനെ ഒരു റോൾ ആഡ് ചെയ്യാം. അപ്പം നമ്മൾക്കുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി എല്ലാത്തിനും ഓരോരോ റോള് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഇപ്പൊ നമ്മൾ ബേസിക്കലി 3 റോൾ ആഡ് ചെയ്താൽ ഈ ആൾക്കാർക്ക് തന്നെ മൾട്ടിപ്പിൾ റോൾസ് ചെയ്യാൻ പറ്റും. സർവീസ് മാനേജർക്ക് തന്നെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം, വെയർഹൗസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാം. ഇതെല്ലാം അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന പേജിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഏതൊക്കെ റോൾസ് അവർക്ക് കൊടുക്കണമെന്നുള്ളത് സർവീസ് പ്രൊവൈഡർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയും ഓൺ കോൾ ഓൺ സൈറ്റ് അല്ലെങ്കിൽ അവിടെ ലെവൽസ് ഉണ്ട്. L1, L2, L3 എന്നുള്ള ലെവൽ വെച്ചിട്ട് ലെവൽസ് നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. ജസ്റ്റ് നമ്മൾ ആ ലെവൽസ് എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇത് എനേബിൾ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ലെവൽസിലുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ നമ്മളുടെ റെഫറൽ ലിങ്കിന്റെ കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയും പറയണത് ഒരു കസ്റ്റമറുടെ സൈഡിലേക്ക് എങ്ങനെ പോകുന്നത്. സോ നമ്മളുടെ പ്രൊഫൈലിൽ നിന്ന് റെഫറൽ ലിങ്കുകൾ എടുക്കുക. അതിൽ നിന്ന് നമ്മളൊരു B2C ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറെ സൈനപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. സോ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യുക. ഈ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കമ്പനി സൈനപ്പ് ചെയ്ത പോലെ തന്നെ ആ കസ്റ്റമറുടെ പേര്, മെയിൽ ID, മൊബൈൽ നമ്പർ, ഈ മൊബൈൽ നമ്പർ വെച്ചിട്ടായിരിക്കും അവർക്ക് അവരവരുടെ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക. അതായത് യൂസർ നെയിം ആയിട്ട് അവർ യൂസ് ചെയ്യുക. ഒരു പാസ്വേഡ് അവർക്ക് സെറ്റ് ചെയ്യാം. സോ നമ്മൾ കൊടുത്ത റെഫറൽ ലിങ്ക് ആയതുകൊണ്ടാണ് ആ റെഫറൽ കോഡ് അവരുടെ സൈൻ ഇൻ പേജിൽ കാണിക്കുന്നത്. ഇല്ല അവർ ഡയറക്ട്ലി ഓൺ സൈറ്റ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത് അല്ലെങ്കിൽ ജസ്റ്റ് അവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ റെഫറൽ കോഡ് ഉണ്ടാവില്ല. നമ്മളുടെ കസ്റ്റമർ ആയതുകൊണ്ടാണ് നമ്മളുടെ റെഫറൽ കോഡ് അവർക്ക് വരുന്നത്. ഇവിടെ നിന്ന് അവർക്ക് സൈനപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഞാനിങ്ങനെ സൈനപ്പ് ചെയ്ത ഒരു കസ്റ്റമറുടെ പേജിലേക്ക് പോവാം. സോ ഇപ്പൊ നമ്മളുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്തേക്കുന്ന ഒരു കസ്റ്റമർ ആണിത്. ഈ കസ്റ്റമറുടെ ഡാഷ്ബോർഡിൽ അവർ ഇതുവരെ ബുക്ക് ചെയ്ത ടിക്കറ്റ്സ്, അതിലിപ്പോ പെൻഡിങ് ആയിട്ട് എത്ര ഉണ്ട്, ക്ലോസ്ഡ് എത്ര ഉണ്ട്, അവരുടെ വാലറ്റിന്റെ ബാലൻസ്, ഈ വാലറ്റ് ബാലൻസ് വെച്ചിട്ടായിരിക്കും അവർ ടിക്കറ്റ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിന്നീട് അവർക്കുള്ളത് അവരുടെ പ്രൊഫൈൽ ഉണ്ട്. അവരുടെ പ്രൊഫൈലിൽ അവരുടെ അഡ്രസ് ആഡ് ചെയ്യാം. ഓക്കെ, അവരുടെ ലൊക്കേഷൻ, അഡ്രസ്സ്, പിൻകോഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇനി അഡീഷണലി അവർക്ക് ഒന്നിൽ കൂടുതൽ ലൊക്കേഷനിൽ സർവീസ് വേണം, അല്ലെങ്കിൽ അവിടെ ചിലപ്പം ഈ എറണാകുളത്താണെങ്കിൽ എറണാകുളത്തുള്ളവർക്ക് ചിലപ്പം ട്രിവാൻഡ്രത്ത് സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് അഡീഷണലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിം അവരുടെ ലൊക്കേഷന്റെ നെയിം, അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തത് സേവ് ചെയ്ത് വെക്കാം. ഇത് എപ്പോഴാണ് യൂസ് ആവുന്നതെന്ന് വെച്ചാൽ അവരൊരു സർവീസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡാഷ്ബോർഡിൽ തന്നെ ഒരു ബുക്ക് നൗ ഓപ്ഷൻ ഉണ്ട്. ബുക്ക് നൗ ഓപ്ഷനിൽ അവർക്ക് IT സർവീസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇല്ല, നമ്മൾക്ക് മറ്റ് സർവീസുകളിൽ നിന്ന് സോളാർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സോളാർ എന്നുള്ള വെർട്ടിക്കൽ സെലക്ട് ചെയ്യുന്നു. സോളാർ വെർട്ടിക്കലിൽ സർവീസ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് സർവീസ് തിരഞ്ഞെടുക്കുക. പാനൽ ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, വട്ടവർ ഇറ്റ് ഈസ്, നമ്മൾക്ക് വേണ്ട ഏത് സർവീസ് ആണോ ആ സർവീസ് ചൂസ് ചെയ്യുക. ഇനി ഇതിന് സബ് കാറ്റഗറികളുണ്ട്, കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യാണ്. അതായത് സർവീസ് പ്രൊവൈഡറിലേക്ക് കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് സർവീസിന് സബ് കാറ്റഗറി തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് അവരുടെ ലൊക്കേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ ലൊക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ ലിസ്റ്റ് ചെയ്ത് വരും. അതിൽ നിന്ന് അവർക്ക് എക്സാക്ട് ഏത് ലൊക്കേഷനിലാണ് സർവീസ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ദെൻ അവരുടെ സർവീസ് പാക്ക്. സർവീസ് പാക്ക് ആക്ച്വലി ഒരു എത്ര ടൈമിനുള്ളിലാണ് അവർക്ക് റെസ്പോൺസ് വേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്സിലേറ്റർ, ടെലി അസിസ്റ്റൻസ്, സ്റ്റാൻഡേർഡ് കെയർ എന്നിങ്ങനെ വരുന്നത്. ദെൻ കസ്റ്റമർക്ക് അവരുടെ ഇഷ്യൂവിനെ വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് പ്രിഫേർഡ് ഡേറ്റ് ആൻഡ് ടൈം. അത് മാൻഡേറ്ററി അല്ല,
കസ്റ്റമറുടെ അവൈലബിലിറ്റി നമ്മളെ അറിയിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം ഫസ്റ്റ് രാവിലെ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം അവൈലബിൾ ആവും എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രിഫേർഡ് ഡേറ്റും ടൈം അല്ല നാളെ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു പ്രിഫേർഡ് ഡേറ്റ് ആൻഡ് ടൈം കൊടുത്ത് ബുക്കിംഗ് കൺഫേം ചെയ്യാം. എല്ലാ സർവീസ് ബുക്കിംഗ്സ് അല്ലെങ്കിൽ കംപ്ലൈൻസിന് അല്ലെങ്കിൽ നമ്മളുടെ ഓൺ സൈറ്റിനെ വെച്ചിട്ട് ടിക്കറ്റ്സ് എന്ന് പറയും. എല്ലാ ടിക്കറ്റ്സിനും ഒരു യുണീക്ക് IDs ഉണ്ടാവും, ബുക്കിംഗ് IDകൾ ഉണ്ടാവും. സോ നമ്മൾ ആ ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന SR 3 കഴിഞ്ഞിട്ടുള്ള 74 എന്ന് പറഞ്ഞ ടിക്കറ്റ് ആണ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്നത്. അത് ബുക്ക് ചെയ്ത ടൈം ഇപ്പൊ കറന്റ് അസൈൻഡ് എന്നുള്ള കോളം ബ്ലാങ്ക് ആണ്, ബിക്കോസ് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഇത്ര ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിലായിരിക്കും നമ്മുടെ സർവീസ് പ്രൊവൈഡറിലേക്ക് ആ ടിക്കറ്റ് എത്തുക. ദെൻ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ കംപ്ലൈന്റ് ബുക്ക് ചെയ്തേക്കുന്നത്, ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്, ഇപ്പൊ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ, സോ ന്യൂയിലായിരിക്കും. ദെൻ നമുക്ക് അതിന് ആക്ഷൻസ് എടുക്കാം, വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള ഒരു ആക്ഷൻ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് ആ ടിക്കറ്റ് IDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചിലപ്പം ചെയ്ത കംപ്ലൈന്റ് എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ടൈം ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എല്ലാ ടിക്കറ്റ് IDകളിലും ക്ലിക്ക് ചെയ്താൽ അവർക്ക് കാണാൻ പറ്റും. ഇനി ഈ കമന്റ് സെക്ഷൻ എന്ന് പറയുന്നതാണ് ലോഗ് നമ്മൾ വർക്ക് ലോഗ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ ബുക്കിംഗ് ക്രിയേറ്റഡ്, അത് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് ആർക്ക് അസൈൻ ആയിട്ടുണ്ട്. എല്ലാത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിത്ത് ടൈം സ്റ്റാമ്പ് ആണ്, ഡേറ്റ് ആൻഡ് ടൈമോട് കൂടി ആയിരിക്കും അതിനകത്ത് അപ്ഡേറ്റ് ആവുന്നത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അടുത്ത ടൈമിൽ അത് അസൈൻ ആയിട്ടുണ്ട്, അത് ആ സർവീസ് പ്രൊവൈഡറിന്റെ എഞ്ചിനീയർക്ക് അസൈൻ ആയി, അല്ലെങ്കിൽ എഞ്ചിനീയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, എഞ്ചിനീയർ സ്പെയർ റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ ഓരോ ലെവലില് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് വിത്ത് ടൈം ആൻഡ് ഡേറ്റോട് കൂടി നമുക്ക് ഈ ലോഗിൽ വ്യൂ ചെയ്യാം. സോ സർവീസ് പ്രൊവൈഡർക്ക് മാത്രമല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്കും അതിന്റെ ഓരോ സ്റ്റേജസ് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, നമ്മുടെ ടിക്കറ്റ് ഇപ്പൊ ന്യൂലായിരുന്നു, ഇപ്പൊ ടിക്കറ്റിൽ വന്നേക്കുന്ന സെക്കൻഡ് അപ്ഡേറ്റ് ആണ് സിസ്റ്റത്തിൽ നിന്ന് ടിക്കറ്റ് ഡെമോയുടെ സർവീസ് നമ്മുടെ ഡെമോ സൊല്യൂഷൻസ് എന്നുള്ള സർവീസ് പ്രൊവൈഡറിന്റെ സർവീസ് മാനേജറിലേക്കാണ് ഇപ്പൊ ടിക്കറ്റ് അസൈൻ ആയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് നമ്മുടെ ടീമിലെ എംപ്ലോയീസിനെ ആഡ് ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു സർവീസ് മാനേജറെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിന്റെ ഒപ്പം ഒരു സർവീസ് മാനേജർ റോളൂടെ ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിക്കാം. അയാളുടെ ഡാഷ്ബോർഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മളിപ്പോൾ കസ്റ്റമറിൽ കണ്ടതിനേക്കാൾ ഒരു 2-3 ടൈൽസ് കൂടുതൽ ഉണ്ടാവും. അതിൽ വരുന്നത് എത്ര ടിക്കറ്റ്സ് ബുക്ക് ചെയ്തു, പെൻഡിങ്, ക്ലോസ്ഡ്, ക്യാൻസൽഡ്, ഓൾസോ എത്ര എഞ്ചിനീയേഴ്സ് ഇപ്പൊ കറന്റ് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനിലാണ് എന്നുള്ള ഡീറ്റെയിൽസും കാണിക്കാൻ പറ്റും. ബ്രേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ ഏതൊക്കെ എഞ്ചിനീയേഴ്സ് ആണെന്നുള്ളത് അവരുടെ ഡാഷ്ബോർഡിൽ ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ടിക്കറ്റ്സ് റീഅസൈൻ ചെയ്തിട്ടുണ്ടോ, പിന്നെ റീഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർക്ക് ഡാഷ്ബോർഡിൽ തന്നെ വ്യൂ ചെയ്യാം. ഒരു ഓപ്ഷൻ എടുത്ത് അതിനുള്ളിൽ പോകേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഡാഷ്ബോർഡിൽ തന്നെ വ്യൂ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നിട്ട് പെൻഡിങ് ടിക്കറ്റ്സ് അല്ലെങ്കിൽ ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് വന്നേക്കുന്ന ടിക്കറ്റ് ആണ്. സോ നമ്മൾ 74 എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. നമ്മളുടെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത ഡെമോ കസ്റ്റമർ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ ആണ് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കസ്റ്റമർ ഒരു B2C ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമർ ആണ്. ലൊക്കേഷൻ കാണിച്ചിട്ടില്ല. ദെൻ ഡെമോ സർവീസ് മാനേജർ ഇപ്പൊ കറന്റ് അത് അസൈൻ ആയിരിക്കുന്നത് ആ സർവീസ് മാനേജർക്കാണെന്ന് കാണിക്കുന്നു. സർവീസ് എഞ്ചിനീയർ ഏത് ഫേമിന് അണ്ടറിൽ വരുന്നതാണ്, ദെൻ ഏത് ടൈപ്പ് ഓഫ് ആണ്, കോണ്ടാക്ട് നമ്പർ, അതായത് ഇപ്പൊ അസൈൻ ആയിരിക്കുന്ന എഞ്ചിനീയർ ആരാണോ ആ എഞ്ചിനീയറുടെ കോണ്ടാക്ട് നമ്പർ, ടിക്കറ്റ് ക്രിയേറ്റ് ആയിരിക്കുന്ന ടൈം, അസൈൻഡ് ആണ്, അതിന്റെ സ്റ്റാറ്റസ് ന്യൂവിൽ നിന്ന് മാറി ഇപ്പൊ അസൈൻഡ് ഫസ്റ്റ് ലെവലാണ്. സോ അസൈൻഡ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. ഇവിടെ നമുക്ക് ആ ടിക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ബേസിക് സർവീസ് മാനേജർക്ക് വ്യൂ ചെയ്യാം ടിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം. ഇനി നമുക്ക് ആ ടിക്കറ്റ് ഓപ്പൺ ചെയ്യാം. ടിക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കസ്റ്റമറുടെ ഡീറ്റെയിൽസ് കാണാം, കസ്റ്റമറുടെ ലൊക്കേഷൻ, കസ്റ്റമറെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. വ്യൂ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമറെ ഇതേ കാറ്റഗറിയിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് കംപ്ലൈന്റ്സ് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാൻ പറ്റും. ദെൻ ടൈമും കാര്യങ്ങളും ഡീറ്റെയിൽസ്, പ്രിഫർ ടൈം, ഡേറ്റ് ആൻഡ് കാര്യം, ഇതായിരിക്കും നമ്മുടെ വർക്ക് ലോഗ്. ഇതാണ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് വരുന്ന പേജ്. ഇവിടെ വർക്ക് ലോഗ് എന്ന് പറയുന്ന ഒരു കോളം മാൻഡേറ്ററി ആണ്. അതായത് എന്തൊരു അപ്ഡേറ്റ് നമ്മൾക്ക് അവിടെ കൊടുക്കണമെങ്കിലും വർക്ക് ലോഗിൽ ആഡ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ അറ്റാച്ച്മെന്റ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു റിപ്പോർട്ട് ആയിരിക്കാം, ഒരു ഫോട്ടോഗ്രാഫ് ആയിരിക്കാം, ചിലപ്പോൾ ചിലത് വീഡിയോ എടുക്കണം വരും. സോ അത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്.
ലോഗ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിൽ വ്യൂ ചെയ്യാവുന്ന പോലെ തന്നെ നമുക്ക് ഹിസ്റ്ററികൾ വ്യൂ ചെയ്യാം. അതിപ്പോൾ എഞ്ചിനീയറിലായാലും സർവീസ് മാനേജറിലായാലും സർവീസ് പ്രൊവൈഡറിലായാലും ഈവൻ കസ്റ്റമർ ടിക്കറ്റ് ബുക്ക് ചെയ്ത കസ്റ്റമർക്കാണെങ്കിലും ഇത് ഇതുപോലെ തന്നെ വ്യൂ ചെയ്യാൻ പറ്റും ഓരോരോ സ്റ്റാറ്റസ്. ദെൻ റീഅസൈൻഡിൽ നിന്നാണ് നമ്മൾ അടുത്ത ആർക്ക് കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്തത്. സോ കോമ്പിറ്റൻസികൾ സെലക്ട് ചെയ്യുക. നമ്മളുടെ സോളാർ വെർട്ടിക്കലിൽ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് അങ്ങനെ ഏത് കോമ്പിറ്റൻസി ആണോ നമ്മൾക്ക് ഈ ടിക്കറ്റിന് വേണ്ടെന്നുള്ളത് തിരഞ്ഞെടുക്കാം. ആ കോമ്പിറ്റൻസിയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെ സോലിസിറ്റ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ഏത് എഞ്ചിനീയർ ആണെന്നുള്ളത് തിരഞ്ഞെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ ഡയറക്റ്റ് ഓരോരുത്തരുടെ പേരായിരിക്കും. എത്ര എഞ്ചിനീയേഴ്സ് നമ്മളുടെ ആ കോമ്പിറ്റൻസി മീറ്റ് ചെയ്യുന്ന ആ എഞ്ചിനീയേഴ്സിന്റെ പേര് ലിസ്റ്റ് ചെയ്ത് വരുന്നു. ഓൾസോ അവരുടെ ലെവലും കാണിക്കും. പിന്നെ നമ്മളൊരു ലോഗ് ആഡ് ചെയ്യും. നമ്മൾ ടിക്കറ്റ് റീഅസൈൻ ചെയ്യുകയാണെന്ന് ആഡ് ചെയ്യുന്നു. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പൊ കറന്റ് ഈ ടിക്കറ്റ് അടുത്ത എഞ്ചിനീയറിലേക്ക് അസൈൻ ആയിരിക്കുന്നു. സോ നമുക്ക് ആ എഞ്ചിനീയറുടെ പോർട്ടലിൽ നിന്ന് എഞ്ചിനീയറുടെ ലോഗിൻ ചെക്ക് ചെയ്യാൻ. ഇതൊരു ഓൺ സൈറ്റ് എഞ്ചിനീയർ ആണ്. എഞ്ചിനീയറുടെ ടിക്കറ്റ്സിൽ ഇപ്പൊ 7-4 എന്ന് പറഞ്ഞ ടിക്കറ്റ് അസൈൻ ആയിട്ടുണ്ട്. അപ്പൊ എഞ്ചിനീയർക്ക് ആ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ടിക്കറ്റ് ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാം. എഞ്ചിനീയർക്ക് കസ്റ്റമറെ വിളിക്കാം. ഇപ്പൊ സർവീസ് മാനേജറിൽ എന്തൊക്കെ കണ്ടോ അങ്ങനെ തന്നെ നമുക്ക് എഞ്ചിനീയർക്കും കാണാം. എഞ്ചിനീയർക്ക് മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്. ബിക്കോസ് ഫീൽഡിൽ പോകുന്ന എഞ്ചിനീയേഴ്സിന് അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതിനൊക്കെ മൊബൈൽ ആപ്പിൽ യൂസ് ചെയ്യാം. നമ്മുടെ ഓൺ സൈറ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞ ആപ്പാണ് ആൻഡ്രോയിഡ് ആൻഡ് iOS അവൈലബിൾ ആണ്. സോ ഇവിടെ നിന്ന് ഹിസ്റ്ററി വ്യൂ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം എഞ്ചിനീയർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോഗ് ആഡ് ആവും. വർക്ക് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടൊരു ലോഗ് ആഡ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. യെസ്, എഞ്ചിനീയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ ഇതുവരെ അസൈൻഡ് റീഅസൈൻഡ് എന്നുള്ള സ്റ്റേജിൽ നിന്ന് ഇൻ പ്രോഗ്രസ്സിലേക്ക് ടിക്കറ്റ് ചേഞ്ച് ആയി. ഇവിടെ എഞ്ചിനീയർക്ക് ലോഗ് അപ്ഡേറ്റ് ചെയ്യാം. ഇനി സ്പെയർ റിക്വസ്റ്റ് വേണോ അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യുകയാണോ അതോ ഇനി IMR റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം എഞ്ചിനീയർക്ക് ഡിസൈഡ് ചെയ്യാം. ഈ ബുക്കിംഗ് സ്റ്റാറ്റസിലാണ് ചേഞ്ച് ആവുന്നത്. അടുത്ത ലെവൽ എന്താണ് എഞ്ചിനീയർക്ക് ഇവിടെ വെച്ച് റിസോൾവ് ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു അപ്രൂവൽ അല്ലെങ്കിൽ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ, ഒരു പക്ഷേ നമ്മൾ സൈറ്റിൽ ചെന്ന് കസ്റ്റമർക്ക് പറ്റില്ല, ഇപ്പൊ എന്തെങ്കിലും എമർജൻസി ആണെന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് പെൻഡിങ് ഫോർ കസ്റ്റമർ എന്നുള്ള സ്റ്റേജിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് മാനേജർ അല്ല അടുത്ത ലെവലിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ടിക്കറ്റ് വ്യൂ ചെയ്യുമ്പോൾ ടിക്കറ്റ് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, സോ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു ഇഷ്യൂ കാരണം അല്ലെങ്കിൽ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ള സ്റ്റേജിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കാണിക്കാം. റിസോൾവ് സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. കസ്റ്റമർക്ക് നമുക്ക് റേറ്റ് ചെയ്യാം, അവർക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാം. സെയിം ഇതേ കാര്യം തന്നെ കസ്റ്റമർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലോഗ് ആഡ് ചെയ്യുന്നു, ആഡ് ചെയ്ത് അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ ഈ ടിക്കറ്റിന്റെ സ്റ്റാറ്റസ് റിസോൾവ്, അതായത് നമ്മുടെ ടിക്കറ്റിന്റെ ഫസ്റ്റ് നമ്പർ കാണിക്കുന്നുണ്ട്. ദെൻ സ്റ്റാറ്റസ് എന്നുള്ളത് ഇത്രയും നേരം ഇൻ പ്രോഗ്രസ് ആയിരുന്നു, അതിൽ നിന്ന് മാറി റിസോൾവ് ആയി. ഇനി എഞ്ചിനീയർക്ക് ഇതിൽ അപ്ഡേറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇപ്പൊ ക്ലോസ്ഡ് ഉള്ള സ്റ്റേജിലാണ്. ഇനി ഇതിൽ ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഈ ടിക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കൊടുത്ത സർവീസിൽ കസ്റ്റമർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു 3 days ടൈം നമ്മൾ ആ ടിക്കറ്റിന് കൊടുക്കുന്നുണ്ട്. 3 days ടൈമിനുള്ളിൽ കസ്റ്റമർക്ക് അത് റീഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് റീസൺ എന്നുള്ളത് മെൻഷൻ ചെയ്ത് റീഓപ്പൺ ചെയ്യാം. റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സർവീസ് പ്രൊവൈഡറിലേക്ക് ടിക്കറ്റ് ചെല്ലുന്നു, റീഓപ്പൺ ആയതായിട്ട് കാണിക്കും. അവിടെ നിന്ന് സർവീസ് മാനേജർക്ക് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർക്ക് അടുത്ത എഞ്ചിനീയറിലേക്ക് അസൈൻ ചെയ്ത് അത് വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്ട്ലി ഇവിടെ നിന്ന് വേണമെങ്കിൽ ടിക്കറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയർ എങ്ങനെയായിരുന്നു നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കാം, നല്ല സർവീസ് ആണ്, നല്ല ബിഹേവിയർ ആണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു റേറ്റിംഗ് കൊടുത്ത് ഒരു ഫീഡ്ബാക്ക് ആഡ് ചെയ്ത് കൺഫേം ചെയ്യാം. ഇല്ല, കസ്റ്റമർ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒരു 3 days ടൈം ഈ ടിക്കറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. 3 days കഴിയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് ബേസിക് ഫസ്റ്റ് ലെവൽ ടിക്കറ്റ് ഫ്ലോ പോകുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്പെയർ റിക്വസ്റ്റോ IMR റിപ്പോർട്ടോ ഒന്നും ജനറേറ്റ് ചെയ്യാത്ത കേസിൽ ഇങ്ങനെയായിരിക്കും. ഈ ടിക്കറ്റ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു 3 days ടിക്കറ്റ്സ് ആയിട്ട് നമുക്ക് കാണിക്കും. ബാക്കി നമ്മൾ 30 days ടിക്കറ്റ്സ് നമുക്ക് ഡാഷ്ബോർഡിൽ ഉണ്ടാവും. പിന്നീട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് ബാക്കിലോട്ട് എത്ര നാളത്തെ ടിക്കറ്റ്സ് വേണമെങ്കിലും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. എല്ലാ ടിക്കറ്റ് ഹിസ്റ്ററികളും ഉണ്ടാവും. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ്, ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ അതിലുണ്ടാവും. ഇനി അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെയർ റിക്വസ്റ്റ് ചെയ്യുന്ന കേസ് ആണെന്ന് വിചാരിക്കാം.
ഈ 6-9 എന്ന് പറഞ്ഞത് മറ്റൊരു ടിക്കറ്റ്. അപ്പൊ ഞാൻ ടിക്കറ്റ് വരെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി ക്രിയേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതിപ്പോ അടുത്തൊരു ടിക്കറ്റ് ആണ്. ഈ ടിക്കറ്റ് ഇപ്പൊ ഇൻ പ്രോഗ്രസ്സിലാണ്. എഞ്ചിനീയർ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇവിടുന്ന് എഞ്ചിനീയർക്ക് ഒരു സ്പെയർ റിക്വസ്റ്റ് ചെയ്യണം. സോ എഞ്ചിനീയർ സ്പെയർ റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഓൾറെഡി പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റിന് അഗനിസ്റ്റ് ആണ് കംപ്ലൈന്റ് എന്നുണ്ട്. നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഏതാ അല്ലെങ്കിൽ ഏത് സ്പെയർ ആണ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നു. ഒരു റിമാർക്ക് എന്തുകൊണ്ടാണ് എഞ്ചിനീയർ അങ്ങനെ പറയാൻ കാരണം എന്നുള്ള ലെവലിൽ ഒരു റിമാർക്ക് കൊടുക്കാം. ദെൻ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ള ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യാം. ഇഷ്യൂ ഇപ്പം ക്രാക്സോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കേസുകളാണെങ്കിൽ ഒരു ഫോട്ടോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്ത് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഒരു വെരിഫിക്കേഷൻ, ഇപ്പൊ നമ്മൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യാം. വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. എഞ്ചിനീയർ ഇവിടുന്ന് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്പെയർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്ട്ലി സർവീസ് മാനേജറിലേക്കാണ് ചെല്ലുന്നത്. ഇന്ന കേസിന് 69 എന്ന് പറഞ്ഞ കേസ് ഐ ഡിയിൽ എഞ്ചിനീയർ ഒരു സ്പെയർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഓൾസോ നമ്മളുടെ സ്റ്റാറ്റസ് ചേഞ്ച് ആയി പെൻഡിങ് ഫോർ സ്പെയർ എന്നുള്ള സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ടിക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, സർവീസ് മാനേജർ ആണിത്. സർവീസ് മാനേജറുടെ റോളിൽ നമ്മൾക്കൊരു പ്രൊവിഷൻ ഉള്ളത് സ്പെയർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര സ്പെയർ റിക്വസ്റ്റുകളാണ്, ഏതൊക്കെ എഞ്ചിനീയേഴ്സ് ആണ് റിക്വസ്റ്റ് ചെയ്തേക്കുന്നുള്ളത് കാണാൻ പറ്റും. എത്ര ഡേറ്റ് ഓഫ് ഏജിങ് ഉണ്ടെന്നും സ്പെയർ റിക്വസ്റ്റ് ചെയ്തിട്ട് എത്ര നാളായി അങ്ങനെ ഡീറ്റെയിൽസ് കാണാം. അവിടെ നിന്ന് ടിക്കറ്റ് വ്യൂ ചെയ്യാം. ടിക്കറ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്യാം. ടിക്കറ്റ് നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് പലപ്പോഴും നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾക്ക് ഈ ഒരു കുറച്ച് നാൾ ഒരു 4-5 വർഷം ബിസിനസ് ചെയ്ത ഒരു കമ്പനിക്ക് ഒരു 100 അല്ലെങ്കിൽ 500 കസ്റ്റമേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ കേസിലൊക്കെ 10-200 കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇവർക്കൊക്കെ ഇൻവേർട്ടർ അല്ലെ പല സ്പെയർ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റമർ അപ്രൂവലിന് റിക്വസ്റ്റ് ചെയ്യണം. സോ നമ്മൾ ആഡ് ചെയ്ത സ്പെയർ ഒരു പാനലാണ്. സോ ലിസ്റ്റ് ചെയ്ത് വരും. നമ്മൾ ആദ്യത്തെ കാണിച്ച സമയത്ത് ആഡ് ചെയ്യാഞ്ഞത് കൊണ്ടാണ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരാഞ്ഞത്. നമ്മൾ ആദ്യം നമ്മുടെ സ്പെയർ, അതായത് നമ്മുടെ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത് വരും. ദെൻ നമ്മുടെ സ്റ്റോക്ക് കാണിക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് കസ്റ്റമർ അപ്രൂവൽ റിക്വസ്റ്റ് ചെയ്യാം. സോ സെക്കൻഡ് ലെവലായി. ആദ്യം ഒരു സർവീസ് പ്രൊവൈഡറിന്റെ ഫീൽഡ് എഞ്ചിനീയർ സ്പെയർ റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്ത ലെവലിൽ സർവീസ് മാനേജറിലെത്തി. സർവീസ് മാനേജർ വെരിഫൈ ചെയ്ത് സ്റ്റോക്കിൽ ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്യുന്നു. കസ്റ്റമർ അപ്രൂവലിലേക്ക് പോകുന്നു. ഇപ്പൊ നമ്മൾ നമ്മുടെ എമൗണ്ടോട് കൂടി, അതായത് സ്പെയറിന്റെ എമൗണ്ടോട് കൂടി കസ്റ്റമറുടെ പോർട്ടലിലേക്ക് ഒരു റിക്വസ്റ്റ്, സ്പെയർ റിക്വസ്റ്റ് ചെന്നിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമറുടെ പേജിൽ നിന്ന് നോക്കാം. നമ്മുടെ 69 ടിക്കറ്റ് ആണ്. 69 ടിക്കറ്റിൽ സ്പെയർ പെൻഡിങ് ഫോർ സ്പെയർ എന്നുള്ള സ്റ്റേജ് ആണ് ഇപ്പോഴും. സ്പെയർ റിക്വസ്റ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെയറിന്റെ റേറ്റും കാര്യങ്ങളും വരും. ഇവിടെ നിന്ന് ആക്ഷൻ എടുക്കാം. എന്ത് ആക്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. അടുത്ത ലെവൽ പേയ്മെന്റ് ആണ്. കസ്റ്റമർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് കൺഫേം ചെയ്യാം. ഓഫ്ലൈൻ പേയ്മെന്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെ അപ്രൂവ് ചെയ്തിട്ട് പേയ്മെന്റ് അല്ലാതെ ചെയ്യുകയാണോ. ഔട്ട് ഓഫ് വാറണ്ടി ഉള്ള കേസാണ്. വാറണ്ടിയിലോ അല്ലെങ്കിൽ നമ്മൾ AMCയിലോ ഉള്ളതാണെങ്കിൽ ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും ചിലപ്പം പോവുക. ഇതിന്റെ ആവശ്യം വരില്ല. അപ്പൊ നമ്മൾ അല്ലാതെ നമ്മുടെ വാറണ്ടി കവർ ചെയ്യാത്ത സാധനങ്ങളാണെങ്കിൽ കസ്റ്റമറുടെ അപ്രൂവൽ എടുക്കേണ്ടതാണെങ്കിൽ ചെയ്യാനുള്ള ഫ്ലോ ആണ് ഇപ്പം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൺഫേം ഓൺലൈൻ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മളെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ റെഫറൻസ് ID അല്ലെങ്കിൽ ടൈം, ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ഒരു റെഫറൻസിന് വേണ്ടിയും ചെക്ക് ചെയ്യാൻ പറ്റും. സോ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് നമ്മൾ കൊടുത്ത സ്പെയർ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് പേയ്മെന്റ് കൺഫർമേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കൺഫർമേഷൻ വരുന്നത് നമ്മുടെ സർവീസ് മാനേജറിലേക്കായിരിക്കും.
കാര്യം അതിന്റെ ആ ഇതും കൂടെ ഇമേജും കൂടെ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഇത് ചെയ്യാൻ ജിറിനോട് പറ കേട്ടോ. അതായത് അവർ പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നതിന്റെ ഒരു ഇമേജ് ഉണ്ട്, സ്ലിപ്പ് ഉണ്ടാവുമല്ലോ, ആ സ്ലിപ്പ് അതിന്റെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ ചെയ്തോളൂ. സോ കസ്റ്റമറുടെ പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ കസ്റ്റമർ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് നമുക്ക് വ്യൂ ചെയ്യാം. വ്യൂ ചെയ്തതിന് ശേഷം ആക്ഷൻസിൽ നിന്ന് ഇപ്പൊ നമുക്ക് പെൻഡിങ് ഫോർ പേയ്മെന്റ് ആയിരുന്നു, അത് ചേഞ്ച് ചെയ്ത് ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഓർഡർ പ്ലേസ്ഡ്, സർവീസ് മാനേജറിൽ നിന്ന് ഓർഡർ പ്ലേസ് ആയി. വെയർഹൗസ് മാനേജർ എന്ന് പറഞ്ഞ റോളിലേക്കായിരിക്കും അടുത്തത് പോകുന്നത്. സ്പെയർസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ ആ വെയർഹൗസ് മാനേജറിലേക്കായിരിക്കും. അവിടെ നിന്നായിരിക്കും നമ്മുടെ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്പെയർ ഷിപ്പ് ചെയ്യേണ്ടത്. സോ വെയർഹൗസ് മാനേജറുടെ ലോഗിൻ, അവിടെ ഉണ്ടാവും ഒരു ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ദെൻ സ്പെയർ ഡീറ്റെയിൽസും കാണാം. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 69 എന്ന് പറഞ്ഞ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ നിന്ന് ഡയറക്ട്ലി ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ 69 എന്നുള്ള ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ആക്ഷൻസിൽ സ്പെയർ ഉണ്ടെങ്കിൽ കൺഫേം ചെയ്യുക, ഷിപ്മെന്റ് കൺഫേം ചെയ്യുക. ഓക്കെ, ഇപ്പൊ സ്റ്റേജ് ചേഞ്ച് ആയി, ഷിപ്ഡ് എന്നുള്ള എല്ലാ നമ്മൾ ചെയ്യുന്ന ഓരോ അപ്ഡേറ്റിനും ടിക്കറ്റിന്റെ സ്റ്റേജസ് ചേഞ്ച് ആവുന്നതായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു, റിസോൾവ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്പെയർ റിക്വസ്റ്റ് ചെയ്യുന്നു. സ്പെയർ റിക്വസ്റ്റ് സർവീസ് മാനേജറിൽ എത്തിക്കഴിയുമ്പോൾ കസ്റ്റമർ അപ്രൂവലിലേക്ക് പോകുന്നു, ഓർഡർ കൺഫേം ചെയ്യുന്നു, വെയർഹൗസ് മാനേജർ അപ്രൂവ് ചെയ്തപ്പോൾ അത് ഷിപ്ഡ് എന്നുള്ള സ്റ്റേജ്. അങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ അപ്ഡേറ്റ് നമുക്ക് സ്റ്റേജ് ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മളുടെ കസ്റ്റമറിലാണ്. കസ്റ്റമറിൽ ഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തു. വെയർഹൗസ് മാനേജർ ഷിപ്മെന്റ് കൺഫേം ചെയ്തു. കസ്റ്റമർ അത് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ഇവിടെ ചെയ്യാവുന്നതാണ്. സോ പാർട്ട് റീപ്ലേസ്മെന്റ് അടുത്ത സ്റ്റേജ് ആണ്. പാർട്ട് റീപ്ലേസ്മെന്റിലേക്ക് ടിക്കറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇനി എഞ്ചിനീയറുടെ ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാം. എഞ്ചിനീയർ ഇപ്പോ കസ്റ്റമറുടെ അപ്രൂവലിന് വേണ്ടിയായിരുന്നു ഫസ്റ്റ് ആ ടിക്കറ്റ് വെയിറ്റ് ചെയ്തിരുന്നത്. അത് മീൻസ് സ്പെയർ റിക്വസ്റ്റ്. സോ ഇപ്പൊ കസ്റ്റമറുടെ അപ്രൂവൽ കിട്ടി, പാർട്ട് റീപ്ലേസ്മെന്റ് നടന്നു. സോ വർക്ക് റെസ്യൂം ചെയ്യുകയാണ്. ഇനിഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രോസസ്സിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ വർക്ക് റെസ്യൂം ചെയ്യുന്നു. റെസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗ് ആഡ് ചെയ്യാം. അതായത് പാർട്ട് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും നമ്മൾ വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ലോഗുകൾ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞ് ടിക്കറ്റ് സ്റ്റാറ്റസ് റിസോൾഡിലേക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ടിക്കറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇല്ല, നമുക്ക് IMR റിപ്പോർട്ടാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നൊരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് നമ്മളുടെ വർക്ക് ലോഗിന് താഴെയുള്ള IMR ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു IMR റിപ്പോർട്ട് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. ഈ IMR റിപ്പോർട്ട് എഞ്ചിനീയർക്ക് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാം. പീരിയോഡിക് സർവീസ് ആണെങ്കിൽ സർവീസിന്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഓൾറെഡി ഉണ്ടാവും, ഇൻസ്റ്റലേഷൻ സൈറ്റ്, LSC, അങ്ങനെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഓരോ ഡീറ്റെയിൽസ് എഞ്ചിനീയർക്ക് ആഡ് ചെയ്യാൻ പറ്റും. മാൻഡേറ്ററി ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവും, അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഡേറ്റ് സെലക്ട് ചെയ്യുന്നു, ടൈം ചൂസ് ചെയ്യുന്നു. ദെൻ സോളാർ മൊഡ്യൂൾസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. കപ്പാസിറ്റി, സൈസ്, ബ്രാൻഡ് ഓഫ് സോളാർ മൊഡ്യൂൾ. സോ പിന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോരോ പോയിന്റ്സ് ആയിരിക്കും.
ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ജംഗ്ഷൻ ബോക്സ്, ഇലക്ട്രിക്കൽ ഡീറ്റെയിൽസ്, ദെൻ ബാറ്ററി ബാങ്ക് ഡീറ്റെയിൽസ്, ദെൻ ജനറേഷൻ, PV മൊഡ്യൂൾ ഡീറ്റെയിൽസ്. സോ അങ്ങനെ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ വെരിഫിക്കേഷൻ, അതായത് എഞ്ചിനീയർക്ക് റിമാർക്ക് ആഡ് ചെയ്യാം, കസ്റ്റമറുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ കറന്റ് നമ്മുടെ IMR റിപ്പോർട്ട് സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്ത IMR റിപ്പോർട്ട് ആയിരിക്കും വീണ്ടും നമ്മൾ നെക്സ്റ്റ് ടൈം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരുന്നത്. അവിടെ നിന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഈ സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ്സ് ഉണ്ടെങ്കിൽ സേവ് ചെയ്യുക. ദെൻ നമുക്ക് നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത IMR റിപ്പോർട്ട് ഒരു ഹാർഡ് കോപ്പി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാലേ, നമ്മൾ പലപ്പോഴും ഇത് മാനുവലി എഴുതി കൊടുക്കുമ്പോൾ ഒരാൾ എഴുതാനായിട്ട് അതിന്റെ എഴുതിയതിന് തെറ്റുണ്ടാകാം, കസ്റ്റമറുടെ നമ്മൾ എഴുതണം, നമ്പർ, ഇതൊക്കെ വൺസ് CRM-നകത്ത് നമ്മളൊരു ലീഡ് ജനറേറ്റ് ചെയ്ത് കസ്റ്റമറെ ആഡ് ചെയ്യുമ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻട്രിയുടെ ആവശ്യമില്ല. അതിനകത്തു നിന്നുള്ള കാര്യങ്ങളും നമ്മൾ പലപ്പോഴായിട്ട് കൊടുത്തേക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടി ഇതിനകത്തേക്ക് അപ്ഡേറ്റ് ആയിക്കോളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം ഭയങ്കരമായിട്ട് ലാഭിക്കാൻ പറ്റും. ചിലപ്പോഴാണെങ്കിൽ ഒരാളെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പിന്നീട് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഇതിന്റെ തപ്പലും തേടലുമാണ്. ഇത് നമുക്ക് നേരെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഇതിന്റെ ഡീറ്റെയിൽസുകൾ കിട്ടും. അങ്ങനെയുള്ള പല കാര്യങ്ങളും കസ്റ്റമർക്ക് നമ്മളെ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് അതിന്റെ റിപ്പോർട്ട് അവരുടെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ആദ്യം ഒന്ന് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് ഉപയോഗിച്ച് അതിന്റെ രീതിയിലാക്കുക. നമ്മളൊരു വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് തന്നെ ആദ്യം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ അത് ചെയ്ത് വൺസ് ഇതായി കഴിഞ്ഞാൽ പാരലി ഇത് നടന്നു പൊക്കോളും. അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്. അഡീഷണൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോമുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ എഞ്ചിനീയർ ഇപ്പോൾ നമ്മുടെ IMR റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഹാർഡ് കോപ്പി വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പൊ എഞ്ചിനീയർ സബ്മിറ്റ് ചെയ്ത IMR റിപ്പോർട്ട് നമുക്ക് സർവീസ് മാനേജറിൽ നിന്നും സർവീസ് പ്രൊവൈഡറിൽ നിന്നും നമുക്ക് വ്യൂ ചെയ്യാം. ഇപ്പൊ മാനേജ്മെന്റ് ലെവലിൽ നിന്ന് ഒരാൾക്കാണ് ചെക്ക് ചെയ്യേണ്ടെങ്കിൽ ഒരു ഇഷ്യൂ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടിക്കറ്റ് ID ഒന്ന് സെർച്ച് ചെയ്യുക, ടിക്കറ്റ് ID എടുക്കുക, ടിക്കറ്റ് ID എടുത്ത് IMR റിപ്പോർട്ട് വെരിഫൈ ചെയ്യാം, ചെക്ക് ചെയ്യാം. ദെൻ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ IMR റിപ്പോർട്ട് എഞ്ചിനീയർ ഇവിടെ സബ്മിറ്റ് ചെയ്ത് ടിക്കറ്റ് റിസോൾവ് ആക്കി കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ യൂസ് ചെയ്തിരിക്കുന്ന മെയിൽ IDയിലേക്ക് IMR റിപ്പോർട്ട് മെയിലായിട്ട് ചെല്ലും. സോ കസ്റ്റമർക്കും അപ്പൊ തന്നെ അതിന്റെ ഡോക്യുമെന്റ് കിട്ടുന്നതായിരിക്കും. ബേസിക്കലി നമ്മുടെ ടിക്കറ്റിന്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ്. ജനറൽ ടിക്കറ്റ്സ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, സർവീസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്തു പോകുന്നു. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഒരു സ്പെയർ റിക്വസ്റ്റ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആ ടിക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ദെൻ IMR റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതും അതിന്റെ ഡൗൺലോഡ്സും കാര്യങ്ങളും. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് എംപ്ലോയീസിനെ ആഡ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിന് റെഫറൽ കൊടുക്കുന്നത്, കസ്റ്റമറുടെ സൈനപ്പ്, ടിക്കറ്റിംഗ്, ടിക്കറ്റ് ഫ്ലോ, ദെൻ CRM നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എനി ഡൗട്ട്സ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാമെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നിങ്ങളുടെ എക്സ്പെക്ടേഷന് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണോ എന്നുണ്ടെങ്കിൽ ഒന്ന് S ടൈപ്പ് ചെയ്താൽ നല്ലതായിരുന്നു. കാരണം നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, എന്തായാലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് ഇത് യൂസ്ഫുൾ ആണോ ഇങ്ങനത്തെ ഒരു ടൂൾ വന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു S ടൈപ്പ് ചെയ്യുമോ? എസ് ആണെങ്കിൽ നോ ആണ് നിങ്ങളുടെ, എന്താണ് S ആണെങ്കിൽ S, നോ ആണെങ്കിൽ നോ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും Q&A നമുക്ക് കിടക്കാം.
ഇതില് പരമേശ്വരൻ സാറ് കൈവക്കിയിട്ടുണ്ട്. ഡൗട്ട് ആണോ? ആണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? പരമേശ്വരൻ നമ്പൂതിരി എന്നാണോ? ആ, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓവർ ദ ടൈമിൽ നമുക്കിപ്പം കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടും കസ്റ്റമർക്ക് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു ടീം ഉണ്ടെങ്കിൽ അതിന്റെ എണ്ണം ഇപ്പൊ ഒരു 5 പേരുള്ളതാണെങ്കിൽ നമുക്ക് 2 പേരായിട്ടൊക്കെ കുറയ്ക്കാൻ പറ്റും. കാരണം കസ്റ്റമർ ചോദിക്കുന്ന പല ചോദ്യത്തിനും ആൻസർ ഇപ്പം പണ്ടത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ബാങ്കിലേക്ക് ഒരു വിളിച്ച് കംപ്ലൈന്റ് അല്ലെങ്കിൽ എന്തിന്റെയൊക്കെ കംപ്ലൈന്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒരു കോൾ സെന്റർ ആക്കി നമ്മൾ നേരിട്ട് പോകണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയിട്ട് IVR ആക്കി, ഇപ്പൊ ആപ്പാക്കി. ശരിക്കും പറഞ്ഞാൽ ATM മെഷീൻ വന്ന പോലെ തന്നെ. പണ്ട് ബാങ്കിൽ പോയി സാധനം എടുക്കുന്നതായിരുന്നു. അപ്പൊ ബാങ്കിലെ ഓഫീസിൽ പണികൾ നടക്കുന്നുണ്ടായിരുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ അത് മാറി മാറി വന്ന് ഓട്ടോമേറ്റ് ചെയ്യുന്നതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതിന്റെ ഇടയിൽ അത് ഒറ്റ ഒരു ദിവസം കൊണ്ട് അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. പക്ഷെ ഇങ്ങനൊരു സ്റ്റേജ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പാണ് നമുക്ക് കുറച്ച് മുന്നോട്ട് ചെയ്യുമ്പോൾ ആദ്യം ബിസിനസ് കൂടുതലും കംപ്ലൈൻറ്റ്സ് കുറവായിരിക്കും. കുറച്ച് മുന്നോട്ട് ചെയ്യുമ്പോൾ 2-3 വർഷം ബിസിനസ് ചെയ്ത നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളെ 3 മുതൽ 5 വർഷം കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇത് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കംപ്ലൈൻസിനുള്ള ഒരു മെക്കാനിസം നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് ഇല്ലാതെ വരും. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാർ ഇത് iOS-ലും ആൻഡ്രോയിഡിലും രണ്ടിലും ഇതിന്റെ അവൈലബിൾ ആണ്. ഓൺ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് GKS നിങ്ങൾ മൾട്ടിപ്പിൾ ആയിരിക്കുന്നതാണ്. കണ്ണന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. 2 ഡിവൈസ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ണൻജി അപ്പോ അതുപോലെ ആപ്പ്, മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആൻഡ്രോയിഡിലും iOS-ൽ അവൈലബിൾ ആണ്. ഓൺ സൈറ്റർ എന്ന് സെർച്ച് ചെയ്താൽ മതി. രണ്ടാമത്തേത് ഇതിനകത്ത് നമ്മൾ onsiter.com എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനെ ആദ്യം ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇതിലാക്കി തരാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. കസ്റ്റമർ ക്രിയേഷൻ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആയിട്ട് നമ്മളുടെ ഇതിലേക്ക് വരണമെങ്കിൽ അഡ്മിനായിട്ട് കയറിയിട്ട് വേണം ആ എഞ്ചിനീയറെ ആഡ് ചെയ്ത്, അങ്ങനെ ആദ്യം ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. കാരണം ഇതൊരു ERP-ക്ക് തുല്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് ഇനിയും കുറെ ഫീച്ചറുകളുണ്ട്, നമ്മൾ പറയാത്ത ഒത്തിരി ഫീച്ചറുകളുണ്ട്. പറയാൻ ഇത്ര സമയമായതുകൊണ്ടാണ്. അപ്പൊ അത് വൺസ് അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ എനേബിൾ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. വൺസ് പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ജോസി സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? സാർ ഞാനിപ്പോ പേര് കാണുന്ന വിളിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഹലോ ഹലോ. ഇത് എങ്ങനെയാ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് എന്റെ കോപ്പി ഒന്ന് എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? pmp_gmail.com ആണ്. പക്ഷെ അത് ഞാൻ സോളാർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതൊന്ന് നമ്പർ ഒന്ന് ഇതിനകത്തേക്ക് ചാറ്റിൽ ഇട്ടേക്കാവോ? അല്ലെങ്കിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത് അതിനുള്ള സപ്പോർട്ട് ചെയ്ത് തരാം. 8921205092 8921205092 അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ വിളിച്ചിട്ട് അത് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇത് ചെയ്ത് ഇതിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ വിളിച്ചിട്ട്. സാറിന്റെ ഓഫീസ് എവിടെയാണ്? ഞാൻ പാലക്കാടാണ്, ഒറ്റപ്പാലാണ്. ഇപ്പൊ ഒരു എൻഫേസിന്റെ സോളാർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് വിചാരിച്ചു. അനോട്ടറിന്റെ ഊർജ്ജമിത്ര തന്നെയാണ്. ഊർജ്ജമിത്രയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ തിരക്കില്ല.
ആ ഹാ ഹാ ഊർജ്ജത്തേക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്കീമൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഞാനത് അത് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാം. ആയിക്കോട്ടെ. എന്റെ പേര് PMP നമ്പൂരിപ്പാട്@gmail.com ആണ് മെയിൽ ID. ശരി. gmail.com. ഓക്കെ. PMP namboothirippad@gmail.com. Yes, അതാണ് എന്റെ മെയിൽ ID. കമ്പനിയുടെ പേരെങ്ങനെയാണ്? PM Solar ഒറ്റപ്പാലം. PM Solar ഒറ്റപ്പാലം. ഓക്കെ. താങ്ക് യു. അത് ചെയ്യാം. നമ്മുടെ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം കേട്ടോ. ഡൗട്ട് മാത്രമല്ല, നമ്മളിത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു ജനറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, തീർച്ചയായിട്ടും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. കണ്ണൻജി എന്തെങ്കിലും ഉണ്ടോ? സർ, ഞാൻ ചാറ്റ് ബോക്സിൽ എന്റെ കോൺടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി. ബാക്കിയുള്ള ആർക്കെങ്കിലും ഇതുപോലെ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. കണ്ണൻജി, എന്നാ വേറൊന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അവരോട് ഒന്നുകൂടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് ഓഫീസിലേക്ക് ബന്ധപ്പെട്ടാലും മതിയാ. നമുക്ക് എത്ര സമയം വേണം വെയിറ്റ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ആരും ചോദിക്കാത്തോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹലോ സർ, കണ്ണൻജി. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഓൾറെഡി ആപ്പ് ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി നല്ല യൂസ്. ഹലോ, എൽദോ ആണോ അതോ വിനു ആണോ? അതെ എൽദോസ് ആണ്. പറഞ്ഞോളൂ. അതെ. ഞാൻ ഈ ആൾറെഡി ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു 98% നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആ മറ്റേ ഇതിന് വേണ്ടിയിട്ട് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്ത്. അങ്ങനത്തെ സജഷൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ തയ്യാറാണ്. അതുപോലുള്ള സജഷൻസ്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു 10 വർഷം മുന്നേ, നമ്മള് 10-20 വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട്. പക്ഷെ ഈ കമ്പനികളെല്ലാം ഉള്ള പല പ്രശ്നങ്ങളുണ്ട്. കമ്പനികൾ ഈ 5 കൊല്ലം കഴിഞ്ഞാൽ കമ്പനികൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് പല കമ്പനികളും 20 വർഷം, 10 വർഷം, 25 വർഷമൊക്കെ വാറന്റി കൊടുത്തിട്ടാണ് അതെല്ലാം പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാം ഇൻസ്റ്റാളേഴ്സ് ആയിരുന്നു. അപ്പൊ ഏകദേശം ഒരു അനുഭവം എന്ന് വെച്ചാൽ ഒരു 4000 രൂപയ്ക്ക്, ഒരു 10 കൊല്ലം മുന്നേ 4000 രൂപയ്ക്കാണ് 1 കിലോവാട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തത്. ഒരു 4000 രൂപയാണ് ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് 10 വർഷം മുന്നേ ഒരു 1 കിലോവാട്ട് ഇൻസ്റ്റലേഷൻ 12 വർഷമായി ഉണ്ടാവും. അങ്ങനെ ഒരു കേസ് 5 വർഷം വാറന്റിയാണ് കമ്പനി കൊടുത്തത്. 5 വർഷം വാറന്റി 5 കൊല്ലത്തിന് മുന്നേ കമ്പനി ഇട്ടിട്ട് പോയി. ആ കമ്പനി ഡൽഹി കമ്പനി ആയിരുന്നു. പക്ഷെ ആ കമ്പനി ഇട്ടിട്ട് പോയ ശേഷം നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ അവർ കേസ് ഫയൽ ചെയ്തിട്ട് കമ്പനി അത് നേരിട്ട് ഹാജരാവാതെ വന്നു. ഇപ്പൊ കമ്പനി സ്റ്റോപ്പ് ചെയ്ത് പോയത് കാരണം ഇൻസ്റ്റാൾ ചെയ്ത എനിക്കാണത് ഇത് കോടതിയിൽ നിന്ന് വന്നത്. നമ്മളൊക്കെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാത്ത കാരണം, അതായത് കസ്റ്റമർ പറയുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആളാണോ അതോ ഇത് ആരാണ് ചെയ്യേണ്ടതെന്ന് ഒരു പ്രത്യേക ഡോക്യുമെന്റ്സ് ഇല്ലാത്ത കാരണം അത് ഏകദേശം 1 കിലോവാട്ട് സിസ്റ്റത്തിന് നമുക്ക് 1 കിലോവാട്ട് സിസ്റ്റത്തിന് ഏകദേശം 1 ലക്ഷം രൂപയും അല്ലെങ്കിൽ 3 വർഷത്തെ അടവാണ് നമുക്ക് കോടതി വിധിച്ചത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്പീൽ പോവുക ചെയ്തത്. അപ്പീൽ പോകാൻ വേണ്ടിയിട്ട് തന്നെ അതൊരു 3-4 പ്രാവശ്യം അപ്പീൽ പോയിട്ട് ഒരു 30,000-40,000 രൂപ അതിന് വേണ്ടിയിട്ട് ചെലവാക്കി ആ കേസ് സോൾവ് ആക്കി. ഒരു 3 വർഷത്തോളം ആ കേസ് നടത്തേണ്ടി വന്നു. കാരണം കറക്റ്റായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കൺസ്യൂമേഷനിൽ അത് ഇപ്പൊ 2-3 കേസ് കൺസ്യൂമർ കോർട്ടിൽ വന്നപ്പോഴും നമ്മൾ ഈ ഡോക്യുമെന്റ് കറക്റ്റായിട്ട് ഇത് കാരണം നമുക്ക് കേസ് കോടതിയിൽ ഹാജരാക്കിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത കമ്പനിക്ക് തന്നെ അതിന്റെ പ്രോപ്പർട്ടി വരാൻ പോകുന്നു. അതിന്റെ ഉള്ള എല്ലാ ഡോക്യുമെന്റേഷനും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് കമ്പനിയുടെ ആരാണ്, അവരുടെ ഡീറ്റെയിൽസ് ഇതൊക്കെ എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്റ്റാളർ മാത്രമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കസ്റ്റമറുടെ നിന്ന് ഡിക്ലറേഷൻ ഇതിനകത്ത് എസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് നമുക്കത് സൈൻ ചെയ്ത് തരുമ്പോൾ ഇന്നതാണ് നമ്മുടെ റോൾ എന്താണെന്നും ഒക്കെ അതിനകത്തേക്ക് അവരെയും കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും. സൈൻ ചെയ്യാൻ നമ്മൾ നെറ്റിൽ കാണുന്ന പോലെ തന്നെ ഒരു എസ് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് അവർ എസ് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അത് കംപ്ലീറ്റ് ആകുന്നത്, സബ്മിറ്റ് ആകുന്നത്. അപ്പൊ അത് അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം.
അപ്പൊ അതിനെന്താണ് വേണ്ടത് നിങ്ങൾ പറയുവാണെങ്കിൽ, അങ്ങനത്തെ സാധനങ്ങൾ തരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ അന്ന് സ്മാർട്ട് അതെ സിറ്റിയുടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു റിപ്പോർട്ട് അതെ വേണമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിനകത്ത് നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ദ വേയിൽ അതെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു റിക്വയർമെന്റുകൾ നമുക്ക് മീറ്റ് ചെയ്യാം. അതെ നമ്മളൊരു കൺസ്യൂമർ കോർട്ടിൽ പോയി ആദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആവുന്നത് ഈ വാറണ്ടി എല്ലാം കൊടുത്തിരിക്കുന്നതല്ല, പ്രൊഡക്റ്റ് വാറണ്ടി എല്ലാം കമ്പനിക്കാരാണ്, ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാർ. EPC കമ്പനികൾ ഓരോ മെയിൻ വാറണ്ടി കൊടുക്കേണ്ട റീപ്ലേസ്മെന്റ് കൊടുക്കേണ്ട ബാധ്യത കമ്പനിക്കാണ്. പക്ഷെ അതെ അതെ നമുക്ക് ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തേർഡ് പാർട്ടി വിധി ഇൻസ്റ്റാൾ ചെയ്ത ആരാണോ അല്ലെങ്കിൽ ബില്ല് കൊടുത്ത ആരാണോ അവർക്കുള്ള വിധിയാണ് സ്ഥിതിയാണ് ഇപ്പോൾ കൺസ്യൂമർ കോർട്ടിലെല്ലാം കാണുന്നത്. അത് അവരുടെ ഇരിക്കുന്ന നമ്മൾ പ്രോപ്പർ നമ്മൾ ഒപ്പിട്ട ഒരു സാധനമായിരിക്കും അവരുടെ ഇരിക്കുന്നത്. അത് വെച്ചിട്ടായിരിക്കും അവർ അതെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് നമ്മള് കസ്റ്റമർ അടുത്ത് ഞങ്ങൾ അന്ന് വന്നില്ലേ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞാലും അവിടെ കോടതിയിൽ വില പോകില്ല. കോടതിയിൽ കൃത്യമായിട്ട് എവിഡൻസ് ആണ് വേണ്ടത്. അതായത് നമ്മൾ അറ്റൻഡ് ചെയ്ത ദിവസം, ടൈം, അതിന്റെ ഫോട്ടോസ് അങ്ങനെയൊക്കെയാണ് കോടതിയിൽ ഹാജരാക്കിയാലേ നമുക്ക് അവിടെ നിന്ന് ഊരിപ്പോരാൻ പറ്റുള്ളൂ. അതായത് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി വിധി ചെയ്യുന്ന കമ്പനി ഹാജരാവില്ല, വലിയ വലിയ കമ്പനിക്കാരൊന്നും ഹാജരാവില്ല. ഡൽഹി കമ്പനിയും ഒക്കെ കേരളത്തിന് പുറത്തുള്ള മാനുഫാക്ചേഴ്സ് ആണ് കൂടുതൽ ഇൻവെർട്ടേഴ്സും ഒക്കെ ഉള്ളത്, പാനലെല്ലാം ഉള്ളത്. അപ്പൊ അവരൊന്നും കോടതിയിൽ ഹാജരാവില്ല. അവര് ഏതെങ്കിലും നോട്ടീസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് അയച്ചാൽ തന്നെ ഇത് റിട്ടേൺ മടങ്ങി വരാറാണ് സാധാരണ പതിവ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഡോക്യുമെന്റ് ശേഷം കോടതിയിൽ നിന്ന് നമുക്കത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിനിമം എനിക്ക് തോന്നുന്ന ഒരു മിനിമം ഒരു 100 കസ്റ്റമർ ഉണ്ടെങ്കിൽ ഇത് വളരെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ഉപയോഗപ്രദമായ ഒരു ഇതായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ നേരത്തെ ആലോചിച്ചപ്പോ ചില സ്വന്തമായിട്ടൊരു ഈ കേസും കാര്യങ്ങളൊക്കെ വന്ന കാരണം സ്വന്തമായിട്ടൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യാതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ അതിന് ഏകദേശം 10 ലക്ഷം രൂപയോളം കോസ്റ്റ് വരുന്നു. സ്വന്തമായിട്ട് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ ഇതിന് ഒരു ചെലവൊക്കെയാണ് അന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. 10 അപ്പൊ ലക്ഷത്തിന് പക്ഷെ നമ്മളിപ്പം പറഞ്ഞ ഇത്രയും ഫീച്ചറിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഞങ്ങളും കുറെ നാൾ കൊണ്ട് ഈ മൊബൈൽ ആപ്പ് 2 ഉണ്ട്, കസ്റ്റമർ ആപ്പ്, അങ്ങനെ കുറെ ആപ്പ് അതിന് വരുന്നുണ്ട്. പിന്നെ ഈ സർവീസിന്റെ മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ളതെല്ലാം വരുമ്പോൾ അതിങ്ങനെ കൂടിക്കൂടി പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ അതിന് ഇത് ഒരിക്കലും തീരത്തില്ല ഇതിന്റെ വർക്ക്. നമുക്ക് റിക്വയർമെന്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഓൺ സൈറ്റിന്റെ ഇതും QR കോഡ് ഓൾറെഡി അവിടെ കസ്റ്റമറുടെ സൈറ്റിൽ അവിടെ ഒട്ടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തോളും. നമുക്കത് വിട്ടുപോകില്ല. കാരണം പല കസ്റ്റമറും പല സമയത്തും അതെ നമ്മൾ പല സമയത്തും ട്രാവൽ ചെയ്യുന്ന സമയത്തും അതിലൊക്കെയാണ് കസ്റ്റമേഴ്സ് വിളിക്കുക. നമ്മളത് വിട്ടുപോകും. ടെക്നീഷ്യന്മാരോട് നമ്മള് ടെക്നീഷ്യന്മാരെ എഞ്ചിനീയേഴ്സിനെ ഫീൽഡിൽ വിട്ടാൽ പോലും 2 ദിവസം കഴിഞ്ഞ 3-ാം ദിവസം എഞ്ചിനീയേഴ്സിനോട് അവിടെ എന്താ ചെയ്ത പെൻഡിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ഒരു ധാരണ ഉണ്ടാവില്ല. പല സൈറ്റിൽ പോകണമായിരുന്നു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് ചോദിച്ചാലും ഇത് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് കിടക്കണ കാരണം നമുക്ക് ഏത് സമയത്തും ഒരു ഡോക്യുമെന്റ് നോക്കിയിട്ട് കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചെയ്തതാണോ ഇത് കംപ്ലൈന്റ് ഇത് നമുക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. വളരെ കാരണം കാര്യമായിട്ട് സാധിക്കും. അതെ, എഞ്ചിനീയറെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഇപ്പം ഹെൽഡോസിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡാഷ്ബോർഡിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കാണാം. കസ്റ്റമർക്കും നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ല, അവരുടെ ഡാഷ്ബോർഡിൽ അവർക്ക് കാണാം. അതെ അതെ. അപ്പൊ ആളുകൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഇത്രയും സർവീസിന് നമ്മൾ പേയ്മെന്റ് അടയ്ക്കേണ്ടത്, ഗ്യാരണ്ടി പീരീഡ് ആണെങ്കിൽ പോലും പേയ്മെന്റ് അടയ്ക്കേണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. പേയ്മെന്റ് വല്ലതും വേണമെന്നാണ് ഇപ്പൊ കസ്റ്റമേഴ്സിന് ചോദിക്കുക. കാരണം അത്ര നമ്മൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന കാരണം ഇത്രയും പേയ്മെന്റ് ഇല്ലെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആപ്പ് ഇത് ഒക്കെ ചെയ്തോടുകൂടി. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ അല്ലാതെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏകദേശം 98% ഞങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ആപ്ലിക്കേഷനാണ് ഉള്ളത്. കാരണം നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഗവൺമെന്റ് വർക്കാണെങ്കിൽ ഗവൺമെന്റ് ആപ്ലിക്കേഷനിലാണ് കൂടുതൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റ് വർക്ക് ആണെങ്കിൽ അതിൽ പോലും ഓരോരോ ആപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ ഇപ്പൊ 98% ഓരോ EPC-കൾക്ക് അവരവരുടെ രീതിയിൽ കുറച്ച് മോഡിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ജനറൽ ആയിട്ടുള്ളതാണ് ഉറപ്പായിട്ടും ചെയ്തു തരാം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു ജനറൽ ഇതായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തത്. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ളതാണ് നമുക്ക് ചെയ്യാം. അതിനോടൊപ്പം നമുക്കൊരു നിർദ്ദേശം ഉള്ളതെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ PM സൂര്യഗർ ഒരു പ്രൊജക്ട്സിലാണ് കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റലേഷൻ നടക്കുന്നത് EPC കമ്പനികളെല്ലാം ചെയ്യുന്നത്.
അപ്പൊ അവന്റെ ഒരു പേപ്പർ വർക്ക് ഡോക്യുമെന്റ്സ് വർക്കാണ് ഉള്ളത്. അതായത് KCB കൊടുക്കാനുള്ള പേപ്പർ വർക്കും കൂടിയും അതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതും കൂടി സർവീസിന് മാത്രമല്ല അല്ലാതെ തന്നെ നമുക്ക് പേപ്പർ ഡോക്യുമെന്റ്സ് അത് സേവ് ചെയ്യാനും ഫയൽ ചെയ്യാനും അത് കൊടുത്തോന്ന് അറിയാനും കസ്റ്റമർക്ക് അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ പ്രൊജക്ട്സിനകത്ത് മൈൽ സ്റ്റോണിനകത്ത് ആ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന്റെ ഫോം നമുക്ക് ഉണ്ടാക്കിയിട്ട് ആ ഫോം വെച്ചിട്ട് അത് ജെറിന് അത് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഇപ്പം തന്നെ. അതെ, അത് ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ ഒരു മിനിമം ഇപ്പൊ ഒരു ഡോക്യുമെന്റേഷന് വേണ്ടി തന്നെ ഇപ്പൊ 1-2 സ്റ്റാഫ് ഇരിക്കുന്നു ഓരോ ഓഫീസിൽ. ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? എന്തായിരുന്നു? അതായത് നമുക്കിപ്പം KCB-ലൊക്കെ കൊടുക്കേണ്ട പല റിപ്പോർട്ട്സുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാധനമല്ല, നമ്മൾ ആ മൈൽ സ്റ്റോണിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ റിപ്പോർട്ട് എന്താണോ ഫോം ക്രിയേറ്റ് ചെയ്യാലോ. അതെ, ഫോം സി ആഡ് ചെയ്ത് വെക്കാം. അതായത് അറ്റാച്ച് ചെയ്ത് നമുക്ക് എക്സിക്യൂഷൻ ടൈമിൽ ചെയ്യാം. എൽദോസ ഇപ്പൊ അത് ഓൾറെഡി ഉണ്ട്. അതെന്ത് ചെയ്യണം ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്ത് ഫോം ആണോ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഉണ്ടാക്കുന്നതിനകത്ത് ഏതെങ്കിലും ഫീൽഡ് നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ബാക്ക് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള ഫോമുകൾ ഇപ്പം KCB ഇടയ്ക്ക് ഫോം മാറ്റുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഫീച്ചർ ഉണ്ട്. ഇനി ഞങ്ങളുടെ സപ്പോർട്ട് എന്തെങ്കിലും അതിന് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഒരു തവണ ക്രിയേറ്റ് ചെയ്താൽ മതി അത്. എന്നിട്ട് അത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ എന്തൊക്കെയാണ് എൻട്രി അതിനകത്ത് വേണ്ട അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം ഫില്ലായി നമുക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ PDF ആക്കി കിട്ടും. ഷിജു, അതിലൊരു 10ഓളം ഫോം ഉണ്ട്. ഈ 10ഓളം ഫോമിൽ കോമൺ ആയിട്ടുള്ള 4-5 കാര്യങ്ങളാണ് പൊതുവായിട്ടുള്ളത്. അപ്പം ഒരു സിംഗിൾ വിൻഡോയിൽ ഒരു ഡാറ്റ കൊടുക്കുവാണെങ്കിൽ, അതായത് ഒരു സിംഗിൾ പേജിൽ ഇവർക്ക് ഡാറ്റ കൊടുക്കാവുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഇൻവെർട്ടർ ഡീറ്റെയിൽസ്, പാനൽ ഡീറ്റെയിൽസ്, നെറ്റ് മീറ്റർ ഡീറ്റെയിൽസ്, KCB ഡീറ്റെയിൽസ്, കസ്റ്റമർ ഡീറ്റെയിൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത്രയും കാര്യങ്ങൾ കൊടുക്കുവാണെങ്കിൽ എല്ലാ ഫോംസിലും ഒരുപോലെ തന്നെ എൻട്രി വീഴും. അപ്പൊ ഇത് CRM കൊടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ബെനിഫിറ്റ്. ഇവരെല്ലാരും വളരെ കഷ്ടപ്പെട്ട, ഞാൻ ചെല്ലുന്ന ഓഫീസുകളിലെല്ലാം 2-3 സ്റ്റാഫ് വെറുതെ ഇരുന്ന് ചെയ്യുക, സമയം വേസ്റ്റ് ആവുക. അത് വളരെ ഒത്തിരി മിസ്റ്റേക്കും വരാം. ഇതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ പറഞ്ഞാല് കണ്ണൻജി പറഞ്ഞാല് നമ്മൾ അതിനകത്ത് ഈ എൻട്രി നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പൊ അടുത്ത് വേറൊരു മെനുവിൽ വന്നിട്ട് റിപ്പോർട്ട്സിന്റെ ഫോം നമ്പർ 1 അതിപ്പോ KCB കൊടുക്കേണ്ട ഒരു ഫോം ആണെങ്കിൽ ഇപ്പൊ ആ ഓരോ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നു, അത് ജനറേറ്റ് ചെയ്യുന്നു, അതെടുക്കാം. ആ രീതിയിലേക്ക് ആക്കി തരാം. ഇപ്പൊ ഓൾറെഡി തന്നെ അതുണ്ട്. അതിന് ഇനി വേറെ എന്തെങ്കിലും ആ ബാക്കിയുള്ള ഫോമുകൾ എന്താന്ന് ഇനിയും ഇല്ലാത്ത സാധനം നമുക്ക് അയച്ചു തരുവാണെങ്കിൽ അതിന് വേണ്ട ഇൻപുട്സ് എന്തൊക്കെ നമ്മൾ എടുക്കേണ്ടതാണോ അത് ആഡ് ചെയ്ത് തരാം. ഞാൻ ഷിജുവിന് അയച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ്. ശരി. ഞാൻ നമ്മുടെ ടെക്നിക്കൽ ടീമിന് ഇപ്പൊ ജെറിന് അയച്ചു കൊടുത്തിട്ട് അത് അവര് കൊണ്ട് ബാക്ക് എൻഡ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. വേറെ ആർക്കും അതായിരിക്കും കുറച്ചും കൂടെ കുറച്ചും ഡോക്യുമെന്റ്സ് എല്ലാം കൂടി കറക്റ്റ് ആക്കുകയാണെങ്കിൽ കുറച്ചും നമുക്ക് 2-3 സ്റ്റാഫ് ഇരുന്നിട്ടാണ് ഇത് എല്ലാം കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡോക്യുമെന്റ് മിസ്സായെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്. എക്സാക്ട്ലി. തന്നെയല്ല എവിടെയാ ഇപ്പൊ സ്റ്റേജ് നിൽക്കുന്നത്, ഇന്ന ഡോക്യുമെന്റ് കൊടുത്തോ, അതൊക്കെ ആ മൈൽ സ്റ്റോണിനകത്ത് കാണാൻ പറ്റും. അത് കസ്റ്റമർക്കും കാണാൻ പറ്റും. കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു ടാസ്ക് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അയാളുടെ എന്താണ് ഡിലേ എന്നുള്ളത് നമുക്ക് വിളിച്ച് എൽദോസിലാണെങ്കിൽ ഇപ്പൊ നോക്കിയിട്ട് അതിനെ ഫാസ്റ്റ് ആക്കി വിടാൻ പറ്റും. എല്ലാവരും ഓക്കെ ആണോ? എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ്. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ ഇതിലൂടെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. അപ്പം നിങ്ങൾ കൂടുതൽ സംശയങ്ങളും അല്ലെങ്കിൽ സജഷൻസും ആയിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമ്മൾ അധികം മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ചെയ്തതാണ്. സോളാർ അക്കാഡമി ആയിട്ട് ചേർന്ന് പെട്ടെന്ന് ചെയ്തതാണ്. ഇങ്ങനെ എന്തായാലും ഒരു അവസരം തന്ന സോളാർ അക്കാഡമി കണ്ണൻജിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും സജഷൻസ് പറഞ്ഞപ്പോൾ എൽദോസിനാണേലും PMG നമ്പൂതിരിപ്പാടിനാണേലും എല്ലാവർക്കും PMB നമ്പൂതിരിപ്പാടിനാണേലും എല്ലാവർക്കും നന്ദി പറയുന്നു. ജോയിൻ ചെയ്തവർക്കെല്ലാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ആര്യയുടെ നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ എപ്പോൾ എന്ത് സപ്പോർട്ടിന് ഞങ്ങൾ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു.